അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. ഖുൽ റബ്ബി സിദ്നാ ഇൽമ. ഇസ്ലാമിക് ഫൈനാൻസ് പ്രിൻസിപ്പിൾ, സ്ട്രെങ്ത് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഇന്ത്യാസ് എത്തിക്കൽ ഗ്രോത്ത് എന്ന തീം ബേസ് ചെയ്തിട്ട് ഇന്നലെയും ഇന്നുമായി ഇൻ്റർനാഷണൽ ഫിഖ് കോൺഫറൻസിൻ്റെ വേദിയിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ ഒരു വിഷയത്തിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ എന്തിനാണ് നമ്മൾ ഈ ഒരു വിഷയം ചൂസ് ചെയ്തത് എന്നുള്ളതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. നമ്മൾ ഇന്നത്തെ നമ്മുടെ ഒരു ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഒരു സാമൂഹിക പരിസ്ഥിതി അനലൈസ് ചെയ്യുമ്പോൾ നമ്മളെ ശരിയ സ്കോളേഴ്സ് അവർ ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നു, ഫൈനാൻസിങ് സിസ്റ്റം അത് മറ്റൊരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ ഈ രണ്ട് സിസ്റ്റത്തെ ഇൻവേഴ്സായിട്ട് ഡയറക്റ്റ് ചെയ്യുന്നതിന് ഒരേ ആംഗിളിൽ ഡയറക്ഷൻ വരുമ്പോഴാണ് സൊസൈറ്റിക്ക് ആവശ്യമുള്ള സൊല്യൂഷനുകൾ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം ഫൈനാൻഷ്യൽ സിസ്റ്റം മുമ്പുള്ളതിനേക്കാൾ എത്രയോ മാറി. ഇപ്പോൾ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇന്നത്തെ 2 സെഷനുകൾ ഡിജിറ്റൽ അസറ്റ്സിനെ കുറിച്ചും ക്രിപ്റ്റോഗ്രഫിയെക്കുറിച്ചും അതിൻ്റെ അപ്ലൈഡ് രൂപങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്തത്. ഇന്നലത്തെ രാവിലത്തെ സെഷൻ മുതൽ ഒരുപാട് വിഷയങ്ങൾ, നമ്മൾ ഇന്ന് അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഫിഖ് കോൺഫറൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ പേപ്പർ പ്രസൻറ്റേഷനുകൾ. അതിൻ്റെ ഒരു പ്രോസസ്സ് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഏകദേശം 133 അബ്സ്ട്രാക്റ്റുകൾ വന്നതിൽ 13 പ്രസൻറ്റേഷനുകളാണ് നമ്മൾ ഇന്ന് അതിൽ നിന്ന് തിരഞ്ഞെടുത്ത 13 പ്രസൻറ്റേഷനുകളാണ് ഇന്ന് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. നേരത്തെ ഇവർക്ക് നിർദ്ദേശിക്ക പോലെ 15 മിനിറ്റാണ് അവർക്ക് പ്രസൻറ്റ് ചെയ്യാനുള്ള സമയം. അവരുടെ പേപ്പറും അതുപോലെ അവരുടെ പ്രസൻറ്റേഷനും വാലേറ്റ് ചെയ്തിട്ട് ബെസ്റ്റ് പേപ്പർ പ്രസൻറ്റേഷൻ ഇൻഷാ അല്ലാഹ് അവാർഡ് നമ്മൾ ഇതിൻ്റെ ക്ലോസിംഗ് സെറമണിയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. നമ്മൾ ഇന്ന് ഈ ഒരു സെഷനിൽ നമ്മൾ പേപ്പർ പ്രസൻറ്റേഷനെ 3 തീമുകളാക്കി തിരിച്ച് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീമാണ് ഇവിടെ ഫസ്റ്റ് സെഷനിൽ പാനൽ 1 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ തീം വരുന്നത് അപ്ലൈഡ് മോഡൽസ് ആൻഡ് ഫ്യൂച്ചർ സൊല്യൂഷൻ. പുതിയ കാലത്ത് ടെക്നോളജി ഇത്രയും വികാസം പ്രാപിക്കുമ്പോൾ നമ്മൾ സാധാരണയായി ഉപയോഗിച്ചു വരുന്ന പല ട്രഡീഷണൽ രീതികളും പുതിയ ടെക്നോളജിയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി കൂടുതൽ ഇൻക്ലൂസീവായി ട്രാൻസ്പെറൻ്റായി ആളുകൾക്കൊക്കെ ഉപയോഗിക്കുന്ന രീതിയിൽ എങ്ങനെ പരിചയപ്പെടുത്താം എന്നുള്ളതാണ് ഇവിടെ നടക്കുന്ന 5 ചർച്ചകളും. അതിലേറ്റവും പ്രധാനപ്പെട്ട് വരുന്നത് നമ്മുടെ സോഷ്യൽ ഫൈനാൻസ് ആണ്. നമുക്കറിയാം ഇസ്ലാമിക് എക്കണോമിക് സിസ്റ്റത്തിൽ അതിൻ്റെ 2 ഭാഗമാണ്. അതിൻ്റെ കൊമേഴ്ഷ്യൽ സൈഡ് അല്ലെങ്കിൽ ഇസ്ലാമിക് ബാങ്കിങ്, ക്യാപിറ്റൽ മാർക്കറ്റ്സ് ഒക്കെ എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ കൊമേഴ്ഷ്യൽ സൈഡ്. അതേപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ഏരിയയാണ് ഇതിൻ്റെ സോഷ്യൽ ഫൈനാൻസ് എന്ന് പറയുന്നത്. കാരണം ഇസ്ലാമിക് എക്കണോമിക് സിസ്റ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗോൾ എന്ന് പറയുന്നത് സൊസൈറ്റി ജസ്റ്റിസ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. ഈ സൊസൈറ്റി ജസ്റ്റിസ് അച്ചീവ് ചെയ്യുന്നതിന് കേവലം ഈ ഇസ്ലാമിക് ബാങ്കിങ്ങോ ക്യാപിറ്റൽ മാർക്കറ്റ് ടൂൾസുകൾ കൊണ്ട് മാത്രം സാധ്യമാവില്ല. അതിനാണ് വിശുദ്ധമായ ഖുർആനിൽ അതിൻ്റെ സോഷ്യൽ ഫൈനാൻസ് ടൂൾ കൂടി പറഞ്ഞിട്ടുള്ളത്. സക്കാത്ത്, വഖഫ്, ഖർള് ഹസൻ, അതുപോലെ തകാഫുൽ, സ്വതക്ക, അങ്ങനെ ഒരുപാട് മാൻഡേറ്ററി ആയ നോൺ മാൻഡേറ്ററി ആയിട്ടുള്ള ടൂൾസ് ഇസ്ലാം പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് വെൽത്ത് ഇൻ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ സൊസൈറ്റിയിൽ ഉണ്ടാവുള്ളൂ. സൊസൈറ്റി വെൽബീയിങ് അപ്പോഴാണ് സാധ്യമാകുന്നത്. അതിൽ എങ്ങനെ ക്രിയാത്മകമായി സക്കാത്ത് എങ്ങനെ ക്രിയാത്മകമായി ഉപയോഗിക്കാം, വഖഫ് എങ്ങനെ ക്രിയാത്മകമായി ഉപയോഗിക്കാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്ക് പ്രകാരം ഇന്ത്യയിലെ ലാൻഡ് ഓണറിൽ റെയിൽവേയും അതുപോലെ തന്നെ പബ്ലിക് ഗവൺമെൻറ്റിൻ്റെ വെൽത്തും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വെൽത്ത് ഉള്ളത് വഖഫ് ബോർഡിനാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ട്രഡീഷണലായി ഉണ്ട്. പക്ഷേ അതിനെയൊക്കെ ഇന്നോവേറ്റീവായ എന്നാൽ ശരിയാ ബേസ്ഡ് ആയിട്ടുള്ള ഇന്നോവേറ്റീവായിട്ടായ പുതിയ രീതിയിൽ ഏതോ നമ്മളുടെ ശരിയ പ്രിൻസിപ്പിളിനോടൊന്നും യോജിക്കാത്ത രീതിയിലുള്ള
ഇന്നോവേഷൻസ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ശരിയ പ്രിൻസിപ്പിളിനോട് യോജിച്ചിട്ടുള്ള ഇന്നോവേഷനുകൾ ഇതിൽ ഏതൊക്കെ രീതിയിൽ സാധ്യമാകും എന്നുള്ള പേപ്പർ പ്രസൻറ്റേഷനുകളാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല, കാരണം ഈച്ച് ടീമിനും 15 മിനിറ്റ്സ് അവരുടെ പേപ്പർ പ്രസൻറ്റ് ചെയ്യാനുണ്ട്. ഇതിൽ 5 പ്രസൻറ്റേഷനുകളാണ് വരുന്നത്. ഒന്നാമത്തെ പ്രസൻറ്റേഷൻ, ഇംപ്ലിമെൻറ്റിംഗ് ദ മലേഷ്യൻ വഖഫ് സക്കാത്ത് മോഡൽ ഇൻ ഇന്ത്യ, പ്രോസ്പെക്ടസ് ഫോർ ഷെരിയ കോംപ്ലയൻറ്റ് സോഷ്യൽ ഫൈനാൻസ്. മുഹമ്മദ് നഈം TP ആണ് അത് പ്രസൻറ്റ് ചെയ്യുന്നത്. അതുപോലെ രണ്ടാമത്തെ വിഷയം വരുന്നത് AI ഇൻറ്റിഗ്രേറ്റഡ് സക്കാത്ത് സിസ്റ്റം, അൺലോക്കിംഗ് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ. മൂന്നാമത് വരുന്നത് ബ്ലോക്ക് ചെയിൻ ബേസ്ഡ് ഷെരിയ കോംപ്ലയൻറ്റ് സോഷ്യൽ ഫൈനാൻസ് എക്കോസിസ്റ്റം, ഇൻറ്റഗ്രേറ്റിംഗ് സക്കാത്ത്, വഖഫ് ആൻഡ് സ്വതക്ക ഫോർ പോവർട്ടി എലിവേഷൻ ഇൻ ഇന്ത്യ. നാലാമത് വരുന്നത് ടുവാർഡ്സ് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഹെൽത്ത് സെക്യൂരിറ്റി, ഇംപ്ലിമെൻറ്റിംഗ് ഹെൽത്ത് തക്കാഫുൽ ത്രൂ മഹല്ല് സിസ്റ്റം ഇൻ കേരള. അഞ്ചാമത് വരുന്നത് മാജിദ് മുഹമ്മദ് അഷ്റഫാണ് പ്രസൻറ്റ് ചെയ്യുന്നത്, എത്തിക്കൽ ഫിൻടെക് ഫോർ ഇൻക്ലൂസീവ് ഗ്രോത്ത്, എ ഷെരിയ കോംപ്ലയൻറ്റ് ബ്ലോക്ക് ചെയിൻ ബേസ്ഡ് ഇക്വിറ്റി ക്രൗഡ് ഫണ്ടിംഗ് പ്ലാറ്റ്ഫോം ഫോർ ഇന്ത്യൻ മൈക്രോ എൻ്റർപ്രണേഴ്സ്. ഇതിൽ ഈ സക്കാത്ത് ആയാലും വഖഫായാലും തക്കാഫുലായാലും ഇതിൻ്റെയൊക്കെ പുതിയ ടെക്നോളജികളെ ഉപയോഗപ്പെടുത്തി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള രീതി നമ്മൾ കണ്ടെത്തൽ അനിവാര്യമാണ്. പല കൺട്രീസുകളും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. ഈ അടുത്ത് സക്കാത്തുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു സർവേ നടത്തിയ സമയത്ത് കുറച്ച് സക്കാത്ത് കൊടുക്കുന്ന ആളുകളെ നമ്മൾ പുതിയ രീതിയിൽ ടെക്നോളജികൾ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു സക്കാത്ത് കളക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ മെക്കാനിസം വന്നാൽ നിങ്ങൾ അഡോപ്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ അവരെല്ലാം കൊടുക്കാൻ റെഡിയാണ്. കാരണം ഈ സക്കാത്ത് കൊടുക്കുന്ന ആളുകൾ അവർക്ക് എല്ലാ വർഷവും കൊടുക്കുന്ന ഒരു ടീമുണ്ട്, അവരുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ അവർക്ക് അറിയുന്ന ആളുകൾ, എല്ലാവർക്കും എല്ലാ വർഷവും അവരുടെ സക്കാത്ത് ഒരു പോർഷൻ അവരിലേക്ക് കൊടുക്കുകയാണ്. അതേസമയം ഇസ്ലാം കൽപ്പിക്കുന്ന അവരുടെ പോവർട്ടി ലൈനിൽ നിന്ന് അവരെ റൈസപ്പ് ചെയ്യുന്ന ഒരു രീതിയിലുള്ള ഒരു മെക്കാനിസം നമ്മുടെ നാട്ടിൽ ഇല്ല എന്ന് പറയാം. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള സർവേയിൽ ഒരുപാട് സക്കാത്ത് കൊടുക്കുന്ന ആളുകൾക്ക് അതിൽ ഭാഗവാക്കാവാൻ സന്നദ്ധരാണ്. പക്ഷേ ക്രെഡിബിലിറ്റിയുള്ള ട്രാൻസ്പെറൻ്റായ സിസ്റ്റം, ലാക്ക് ഓഫ് സിസ്റ്റമാണ് പല ആളുകളെയും അതിൽ നിന്ന് തടയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം ഡിസ്കഷനുകൾ പുതിയ കാലത്ത് അത്തരം ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് കൂടുതൽ ക്രെഡിബിലിറ്റിയുള്ള സിസ്റ്റങ്ങളെ പുതിയ ടെക്നോളജി ഉപയോഗിച്ച് അപ്ലൈ ചെയ്യാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ ഒരു തീമിൽ നമ്മൾ ഇവിടെ ഈ സെഷൻ നടത്തുന്നത്. അതിന് അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. Now I'd like to invite Muhammad Naeem TP for presenting the paper on implementing the Malaysian Waqf Zakat model in India, prospectus for Sharia compliant social finance. Please take the podium. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനപ്പെട്ട മോഡറേറ്റർ, മറ്റു സദസ്സിലും വേദിയിലുമായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ, ഞാൻ മലേഷ്യയിലെ വഖഫ് ആൻഡ് സക്കാത്ത് മോഡലിനെ ഇന്ത്യയിലേക്ക് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ് എൻ്റെ പേപ്പർ ഉള്ളത്. അതിൽ മലേഷ്യ എന്നുള്ളത് ഒരു ഇസ്ലാമിക് കൺട്രിയാണ്. അവിടെ ഉള്ള സക്കാത്ത് വഖഫ് മാനേജ്മെൻറ്റ് സിസ്റ്റം എങ്ങനെ ഒരു മതേതരത്വ രാജ്യമായിട്ടുള്ള ഇന്ത്യയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നുള്ളതാണ് എൻ്റെ പേപ്പറിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ നോക്കുകയാണെങ്കിൽ,
ഇസ്ലാമിക് സോഷ്യൽ എക്കണോമിക് സിസ്റ്റം സാമൂഹിക നീതിയും അതുപോലെ തന്നെ സാമ്പത്തിക ഇക്വാലിറ്റി എക്കണോമിക് ഇക്വാലിറ്റിയുമാണ് ലക്ഷ്യമിടുന്നത്. അതുപോലെ തന്നെ മലേഷ്യ ഈ സംവിധാനങ്ങളെ നിയമപരവും അതുപോലെ തന്നെ സാങ്കേതികപരവുമായിട്ട് വളരെയധികം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് പരിഷ്കരിച്ച ഒരു സിസ്റ്റം വിജയിച്ച ഒരു രാജ്യമാണ് മലേഷ്യ എന്നുള്ളത്. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ വഖഫ് സ്വത്തുകളുള്ള ഒരു രാജ്യമായ ആസ്തികളുള്ള ഇന്ത്യയിൽ ഒരു പക്ഷേ ആ വഖഫ് സ്വത്തുക്കളെ കാര്യക്ഷമമായി യൂട്ടിലൈസ് ചെയ്യുന്നതിൽ വളരെയധികം പരാജയപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഈ സാഹചര്യത്തിലാണ് ഈ പഠനത്തിൻ്റെ മൂല്യം നമുക്ക് വ്യക്തമാവുന്നത്. ഇനി വഖഫിനെയും സക്കാത്തിനെയും കുറിച്ച് നാം നോക്കുകയാണെങ്കിൽ വഖഫ് എന്നുള്ളത് ഇസ്ലാമിക ശരീഅത്തിൽ അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് എന്നേക്കുമായി ശാശ്വതമായി സമർപ്പിക്കുന്ന ഒരു സ്വത്തായിട്ടാണ് വഖഫിനെ ഇസ്ലാം വിവക്ഷ നൽകുന്നത്. സൂറത്തുൽ ആലിമ്രാനിൽ പറയുന്നുണ്ട്, ലൻ തനാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലൻ തനാലുൽ ബിർറ ഹത്താ തൻഫിഖു മാ തുഹിബ്ബൂന വമാ തൻഫിഖു മിൻ ഷൈഇൻ ഫഇന്നല്ലാഹ ബിഹി അലീം. നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യത്തെ അള്ളാഹുവിലേക്ക് വഖഫ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് വഖഫിനെ ഇസ്ലാം വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇനി സക്കാത്തിനെ കുറിച്ച് നാം നോക്കുകയാണെങ്കിൽ സക്കാത്ത് എന്നുള്ളത് ഒരു പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഷോർട്ട് ടൈം ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. വഖഫ് എന്നുള്ളത് ലോങ് ടൈം സിസ്റ്റമാണെങ്കിൽ സക്കാത്ത് എന്നുള്ളത് ഒരു സക്കാത്ത് എന്നുള്ളൊരു ഷോർട്ട് ടൈം ആയിട്ടുള്ള സിസ്റ്റമാണ്. പിന്നെ ഇതിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള മെത്തഡോളജി എന്നുള്ളത് ഒരു ക്വാളിറ്റേറ്റീവ് കമ്പാരിറ്റീവ് സ്റ്റഡിയാണ്. മലേഷ്യയുടെയും ഇന്ത്യയുടെയും വഖഫ് സിസ്റ്റത്തിനെയും സക്കാത്ത് സിസ്റ്റത്തിനെയും കുറിച്ചിട്ടുള്ള ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയാണ് ഞാൻ ഇതിൽ നടത്തിയിട്ടുള്ളത്. ഇനി മലേഷ്യത്തെ വഖഫും സിസ്റ്റത്തിനെ ഞാൻ നോക്കുകയാണെങ്കിൽ മലേഷ്യയിൽ ഓരോ സംസ്ഥാനത്തിനെയും ഇസ്ലാമിക് റിലീജിയൻസ് കൗൺസിലുകൾ അഥവാ നമ്മുടെ ഇന്ത്യയിലുള്ള വഖഫ് ബോർഡുകൾ പോലെ അവിടുത്തെ ഓരോ സംസ്ഥാനങ്ങൾക്കും ഇസ്ലാമിക് റിലീജിയൻ കൗൺസിലുകളുണ്ട്. മജ്ലിസുൽ അഗാമ ഇസ്ലാം നഗാരി എന്നാണ് അതിനെ വിളിക്കപ്പെടുന്നത്. ഈ കൗൺസിലുകളാണ് സക്കാത്തിൻ്റെയും അതുപോലെ തന്നെ വഖഫിനെയും നിയന്ത്രിക്കുന്നത്. മലേഷ്യയിൽ വഖഫ് ആസ്തിയുടെ ആകെ മൂല്യം ഏകദേശം 1.3 മില്യൺ മലേഷ്യൻ റിംഗിറ്റ് കടന്നതായി പഠനങ്ങൾ വ്യക്തമാക്കുന്നു. അതുപോലെ തന്നെ മലേഷ്യൻ സർക്കാർ 2025 നടത്തിയ ബജറ്റിൽ 2.6 ബില്യൺ റിംഗിറ്റ് ഈ വഖഫിൻ്റെയും സക്കാത്തിൻ്റെയും ഉപയോഗത്തിനായിട്ട് അവർ ചിലവഴിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 2024 അവർ ലോകത്തെ ആദ്യത്തെ വഖഫ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് രൂപീകരിച്ചതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അവരുടെ പ്രത്യേകത എന്നുള്ളത് വഖഫിൻ്റെയും സക്കാത്തിൻ്റെയും സ്വത്തുക്കളെ ഡിജിറ്റലൈസ് ചെയ്തിട്ട് അഥവാ ഡാറ്റ കളക്ഷനുകൾ നടത്തി ആപ്പുകളിലും മൊബൈൽ ആപ്പുകളും അതുപോലെ തന്നെ ഫിൻടെക് ടെക്നോളജിയും മറ്റും യൂസ് ചെയ്തിട്ടുള്ള ഒരു നൂതന സാങ്കേതിക വിദ്യയിലൂടെയാണ് അവർ ഈ സിസ്റ്റത്തെ കൊണ്ടുപോകുന്നത്. പിന്നെ വഖഫ് ബൈ ക്യാഷ്, വഖഫുൽ നഖദ് എന്ന ഒരു വഖഫിനെ അവർ വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ വഖഫിന് ക്യാഷായിട്ട് വഖഫ് ചെയ്യുന്ന സാധനങ്ങളെ ആ ക്യാഷിനെ പിന്നീട് ഹലാലായ ബിസിനസ്സുകളിൽ വിനിയോഗിക്കുകയും പിന്നെ അതിൽ വരുന്ന ലാഭം കൊണ്ട് അതിൽ നിന്നും മൻഫഅത്ത് എടുക്കുന്ന ഒരു രീതിയാണ്. ഇതിനെ അവർ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇനി ഇന്ത്യയുടെ വഖഫ് സിസ്റ്റത്തിൽ ഞാൻ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ 1995 വഖഫ് ആക്ട് നിലവിൽ വന്നിട്ടുണ്ടെങ്കിലും പല ആസ്തികളും കൃത്യമായ രേഖകളോ മറ്റോ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ്. ഇന്ത്യയിൽ 32 വഖഫ് ബോർഡുകളുണ്ട്. ഓരോ സംസ്ഥാനങ്ങൾക്കും അതുപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായിട്ട് 32 വഖഫ് ബോർഡുകളുണ്ട്. ഈ ബോർഡുകളിൽ 8.7 ലക്ഷം സ്വത്തുകൾ ഉള്ളതായും 9.4 ലക്ഷം ഏക്കറുകളിലായി ഇവ വ്യാപിച്ചു കിടക്കുന്നു. നേരത്തെ മോഡറേറ്റർ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ 3ാമത്തെ ഏറ്റവും വലിയ ഭൂവുടമകളായിട്ട് വഖഫ് ബോർഡിനെ നമുക്ക് കണക്കാക്കാൻ സാധിക്കും. എന്നാൽ സക്കാത്തിന്റെ കാര്യത്തിലേക്ക് നാം നോക്കുകയാണെങ്കിൽ സക്കാത്ത് കൃത്യമായിട്ടുള്ള ഒരു സിസ്റ്റമോ അതല്ലെങ്കിൽ ഒരു ബോർഡോ അങ്ങനെ ഒരു കാര്യവും ഇന്ത്യയിലില്ല. ഓരോ വ്യക്തിപരമോ അതുപോലെ തന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള ചില സംഘടനകളോ മറ്റുമാണ്
സക്കാത്ത് സമ്പത്തിനെ അവർ ഉപയോഗിക്കുന്നത്. ഈ സംവിധാനങ്ങളുടെ ഈ കൃത്യമായിട്ടുള്ള ഒരു സിസ്റ്റമോ അതല്ല, അതും പിന്നെ ഒരു വ്യക്തമായ ഓഡിറ്റിങ്ങും സക്കാത്തിനെയും അതുപോലെ തന്നെ വഖഫിനെയും നിയന്ത്രിക്കുന്നത്. മലേഷ്യയിൽ വഖഫ് ആസ്തിയുടെ ആകെ മൂല്യം ഏകദേശം 1.3 മില്യൺ മലേഷ്യൻ റിങ്കിറ്റ് കടന്നതായി പഠനങ്ങൾ വ്യക്തമാക്കുന്നു. അതുപോലെ തന്നെ മലേഷ്യൻ സർക്കാർ 2025 നടത്തിയ ബജറ്റിൽ 2.6 ബില്യൺ റിങ്കിറ്റ് ഈ വഖഫിൻ്റെയും സക്കാത്തിൻ്റെയും ഉപയോഗത്തിനായിട്ട് അവർ ചിലവഴിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 2024 അവർ ലോകത്തെ ആദ്യത്തെ വഖഫ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് രൂപീകരിച്ചതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അവരുടെ പ്രത്യേകത എന്നുള്ളത് വഖഫിൻ്റെയും സക്കാത്തിൻ്റെയും സ്വത്തുക്കളെ ഡിജിറ്റലൈസ് ചെയ്തിട്ട് അഥവാ ഡാറ്റ കളക്ഷനുകൾ നടത്തി ആപ്പുകളിലും മൊബൈൽ ആപ്പുകളും അതുപോലെ തന്നെ ഫിൻടെക് ടെക്നോളജിയും മറ്റും യൂസ് ചെയ്തിട്ടുള്ള ഒരു നൂതന സാങ്കേതിക വിദ്യയിലൂടെയാണ് അവർ ഈ സിസ്റ്റത്തെ കൊണ്ടുപോകുന്നത്. പിന്നെ വഖഫ് ബൈ ക്യാഷ്, വഖഫുൽ നഖദ് എന്ന ഒരു വഖഫിനെ അവർ വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ വഖഫിന് ക്യാഷായിട്ട് വഖഫ് ചെയ്യുന്ന സാധനങ്ങളെ ആ ക്യാഷിനെ പിന്നീട് ഹലാലായ ബിസിനസ്സുകളിൽ വിനിയോഗിക്കുകയും പിന്നെ അതിൽ വരുന്ന ലാഭം കൊണ്ട് അതിൽ നിന്നും മൻഫഅത്ത് എടുക്കുന്ന ഒരു രീതിയാണ്. ഇതിനെ അവർ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇനി ഇന്ത്യയുടെ വഖഫ് സിസ്റ്റത്തിൽ ഞാൻ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ 1995 വഖഫ് ആക്ട് നിലവിൽ വന്നിട്ടുണ്ടെങ്കിലും പല ആസ്തികളും കൃത്യമായ രേഖകളോ മറ്റും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ്. ഇന്ത്യയിൽ 32 വഖഫ് ബോർഡുകളുണ്ട്. ഓരോ സംസ്ഥാനങ്ങൾക്കും അതുപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായിട്ട് 32 വഖഫ് ബോർഡുകളുണ്ട്. ഈ ബോർഡുകളിൽ 8.7 ലക്ഷം സ്വത്തുകൾ ഉള്ളതായും 9.4 ലക്ഷം ഏക്കറുകളിലായി ഇവ വ്യാപിച്ചു കിടക്കുന്നു. നേരത്തെ മോഡറേറ്റർ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ 3ാമത്തെ ഏറ്റവും വലിയ ഭൂവുടമകളായിട്ട് വഖഫ് ബോർഡിനെ നമുക്ക് കണക്കാക്കാൻ സാധിക്കും. എന്നാൽ സക്കാത്തിൻ്റെ കാര്യത്തിലേക്ക് നാം നോക്കുകയാണെങ്കിൽ സക്കാത്ത് കൃത്യമായിട്ടുള്ള ഒരു സിസ്റ്റമോ അതല്ലെങ്കിൽ ഒരു ബോർഡോ അങ്ങനെ ഒരു കാര്യവും ഇന്ത്യയിലില്ല. ഓരോ വ്യക്തിപരമോ അതുപോലെ തന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള ചില സംഘടനകളും മറ്റുമാണ് സക്കാത്ത് സമ്പത്തിനെ അവർ ഉപയോഗിക്കുന്നത്. ഈ സംവിധാനങ്ങളുടെ ഈ കൃത്യമായിട്ടുള്ള ഒരു സിസ്റ്റമോ അതല്ല, അതും പിന്നെ ഒരു വ്യക്തമായ ഓഡിറ്റിങ്ങും ഒന്നുമില്ലാത്തത് ഇന്ത്യയുടെ ഈ സ്വത്തുക്കളെ കൃത്യമായി ഉപയോഗിക്കാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നു. ഇനി ഇവകൾ തമ്മിലുള്ള ഒരു കമ്പാരിറ്റീവ് അനലൈസിസ് നടത്തുമ്പോൾ മലേഷ്യയിൽ ഭരണകൂടത്തിൻ്റെ കീഴിൽ കൃത്യമായ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഇന്ത്യയിൽ അത്തരത്തിലുള്ള ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല. പിന്നെ ഇനി ഇന്ത്യയിൽ എങ്ങനെ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാമെന്നുള്ളത് ഞാൻ നോക്കുകയാണെങ്കിൽ ആദ്യം ഇതിന് നിയമപരമായിട്ടുള്ള ഭരണഘടനയിലുള്ള നിയമപരമായിട്ടുള്ള വെല്ലുവിളികൾ ഞാൻ നോക്കുകയാണെങ്കിൽ മലേഷ്യ എന്നുള്ളത് ഒരു ഇസ്ലാം മത രാജ്യമായത് കാരണത്താൽ അവിടെ ഇത്തരത്തിലുള്ള ഒരു സിസ്റ്റം കൊണ്ടുവരുന്നതിൽ യാതൊരു പ്രയാസവുമില്ല. പക്ഷേ മതേതര രാജ്യമായ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ഒരു സിസ്റ്റം കൊണ്ടുവരുമ്പോൾ ചില നിയമപരമായ പ്രശ്നങ്ങളുണ്ട്. അതായത് വഖഫിനും സക്കാത്തിനും വേണ്ടിയിട്ട് ഭരണകൂടത്തിൻ്റെ കീഴിൽ വ്യക്തമായ രീതിയിൽ കൊണ്ടുവരാൻ സാധ്യമല്ല. പിന്നെ അതുപോലെ തന്നെ ഇനി സക്കാത്ത് ആക്ട് എന്ന് പറഞ്ഞ വഖഫ് ആക്ട് പോലെ സക്കാത്ത് ആക്ട് കൊണ്ടുവരുന്നതും വളരെ ഈസി ആയിട്ടുള്ള ഒരു സമ്പ്രദായമല്ല. അതുപോലെ തന്നെ മലേഷ്യയിൽ ഈ സക്കാത്ത് കൊടുക്കുന്നവർക്ക് അവിടുത്തെ ടാക്സുകളിൽ ഇളവുകൾ കൊടുക്കുന്നുണ്ട്. അത്തരത്തിൽ ഇന്ത്യയിൽ സക്കാത്ത് കൊടുക്കുന്നവർക്ക് ടാക്സിൽ ഇളവ് കൊടുക്കുക എന്ന് പറയുന്നതും സാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. ഇനി നമ്മളുടെ ശരീഅത്ത് സംബന്ധമായിട്ടുള്ള വെല്ലുവിളികൾ നാം നോക്കുകയാണെങ്കിൽ മലേഷ്യ എന്നുള്ളത് പ്രധാനമായിട്ടും ഷാഫി മദ്ഹബാണ് അവിടെ പിന്തുടരുന്ന ഭൂരിഭാഗം ആളുകളും. എന്നാൽ ഇന്ത്യ എന്നുള്ളത് ഇന്ത്യയുടെ പല ഭാഗങ്ങളും പല മദ്ഹബുകളുമാണ് പിന്തുടരുന്നത്. ഏറ്റവും ഭൂരിഭാഗം ആളുകൾ ഹനഫി മദ്ഹബാണ് പിന്തുടരുന്നത്. ഈ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു സിസ്റ്റം കൊണ്ടുവരുന്നതിൽ ശരീഅത്ത് പരമായിട്ടും പല തടസ്സങ്ങളും നമുക്ക് കാണാൻ സാധിക്കും.
അതുപോലെ തന്നെ ഇന്ത്യയിൽ ഈ ക്യാഷ് ബൈ വഖഫ് എന്ന സമ്പ്രദായം കൊണ്ടുവരുന്നതിൽ ഇന്ത്യയിലെ പല പണ്ഡിതന്മാരുടെ ഇടയിലും ഭിന്നാഭിപ്രായങ്ങളുമുണ്ട്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് നമുക്ക്, ചലഞ്ചസുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഇതിനായിട്ടുള്ള ഒരു മാർഗം എന്താണെന്ന്, ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള മാർഗം എന്താണെന്ന് നാം നോക്കുകയാണെങ്കിൽ ഒരു NGO ട്രസ്റ്റുകളായിട്ട് രൂപീകരിക്കുക. അതായത് NGO ട്രസ്റ്റുകളായിട്ട് രൂപീകരിക്കുന്നതിലൂടെ ഇന്ത്യയുടെ നിയമം അനുസരിച്ചിട്ട് അവർക്ക് ടാക്സുകളിൽ ഇളവ് കൊണ്ടുവരാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഡിജിറ്റൽ സംവിധാനം കൊണ്ടുവരിക. സക്കാത്തിൻ്റെ അവകാശികളും അതുപോലെ തന്നെ സക്കാത്ത് കൊടുക്കേണ്ടവരുടെയും ഡാറ്റ കളക്ഷനുകൾ നടത്തി കൃത്യമായ രീതിയിൽ ഒരു വിവരശേഖരണം നടത്തി ഒരു ആപ്പ്, വെബ്സൈറ്റ് പോലുള്ളവ ഉണ്ടാക്കുക. പിന്നെ അതുപോലെ തന്നെ സക്കാത്തിൻ്റെ പണം ഡയറക്റ്റായി നൽകുന്നതിന് പകരം ഓരോ സക്കാത്തിൻ്റെ ആളുകൾക്ക് ഇപ്പോൾ അവരുടെ ജോലിക്ക് ആവശ്യമായ കാര്യം, തയ്യൽ മെഷീൻ പോലെ, അഥവാ ഓട്ടോറിക്ഷ പോലെ, അതുപോലത്തെ അവർക്ക് ജോലികൾക്ക് സംബന്ധമായിട്ടുള്ള ഒരു കാര്യം നൽകുക എന്നുള്ളതിലൂടെ ആ സമ്പത്തിനെ വളരെ മൂലവത്തായ രൂപത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ പിന്നോക്കപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, അഥവാ തുടർ പഠനത്തിന് സമ്പത്തിനായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ NGOയുടെ കീഴിൽ സ്കോളർഷിപ്പ് ഫണ്ട് ഒരുക്കുക. അത്തരത്തിൽ ആ സമ്പത്തിനെ വളരെ കൃത്യവും മൂല്യവത്തുമായ രീതിയിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. ഇനി വഖഫ് ബൈ ക്യാഷ് എങ്ങനെ ഇന്ത്യയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് നോക്കുകയാണെങ്കിൽ സാധാരണക്കാർക്ക് ചെറിയ തുകകൾ വഖഫ് ചെയ്യാൻ അവസരം നൽകുക. ഇത്തരത്തിലുള്ള അവസരം നൽകുന്നതിലൂടെ വഖഫ് സ്വത്തുക്കളുടെ ആസ്തി കൂട്ടുവാനും നമുക്ക് സാധിക്കും. എന്നിട്ട് ആ സ്വത്തുക്കളെ ഒരു ഹലാലായ ബിസിനസ്സുകളിൽ ഉപയോഗിക്കുകയും അതിൻ്റെ ലാഭത്തെ മറ്റു മൻഫഅത്തായിട്ട് ആശുപത്രികളായും അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ സെൻ്ററുകളായും മറ്റും യൂട്ടിലൈസ് ചെയ്യാൻ നമുക്ക് സാധ്യമായിരിക്കും. പിന്നെ എല്ലാ വർഷവും കൃത്യമായ ഓഡിറ്റിങ്ങിലൂടെ വഖഫ് സ്വത്തിനെയും അതുപോലെ തന്നെ സക്കാത്തിൻ്റെ ഫണ്ടിനെയും എങ്ങനെ നടത്തിക്കൊണ്ടുപോയെന്നുള്ളത് കൃത്യമായ പൊതു ഓഡിറ്റിംഗ് നടത്തുക. പബ്ലിക്കിൻ്റെ മുന്നിൽ കൃത്യമായ ഓഡിറ്റിംഗ് നടത്തുന്നതിലൂടെ ജനങ്ങളുടെ വിശ്വാസ്യതയും അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഈ വഖഫിലും സക്കാത്തിലും പൈസ ചിലവഴിക്കുന്നതിനുള്ള ഇൻട്രസ്റ്റ് കൂട്ടുവാനും നമുക്ക് സാധിക്കും. ഇതിലൂടെ വഖഫിൻ്റെയും സക്കാത്തിൻ്റെയും നമ്മുടെ സ്വത്ത് അധികരിപ്പിക്കാനും രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനത്തിനും അതുപോലെ തന്നെ സുസ്ഥിരമായ വികസനത്തിനുമായി സാധിക്കും. ഇനി കൺക്ലൂഷൻ എന്ന് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നിയമപരമായി പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനും മറ്റൊരു വിധി നമുക്ക് കാണാൻ സാധിക്കും. അതായത് NGOകളായിട്ട് സ്ഥാപിക്കുക. അതിലൂടെ കൃത്യമായ രീതിയിൽ ഒരു ഡിജിറ്റലൈസേഷൻ ചെയ്തിട്ട് ഓരോ ഡാറ്റകളും കളക്ട് ചെയ്ത് ഓരോ സ്വത്തിനെയും കൃത്യമായ ആളുകളിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ മറ്റൊരു സമ്പ്രദായമാണ് വഖഫിൻ്റെ ഭൂമിയിൽ വഖഫ് സ്വത്തിൻ്റെ മലേഷ്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു സമ്പ്രദായമാണ് വഖഫിൻ്റെ ഭൂമികളിൽ സക്കാത്തിൻ്റെ പണം കൊണ്ട് ആശുപത്രികൾ നിർമ്മിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുക. ഇതിലൂടെ മുസ്ലിം മതവിശ്വാസികൾക്കും എന്ന് മാത്രമല്ല മറ്റു ഇതര മതവിശ്വാസികൾക്കും ഉപകാരപ്പെടുന്ന ഒരു സ്വത്തായിട്ട് നമുക്ക് ഇതിനെ ഉപയോഗിക്കാൻ സാധിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹൃദാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. Now I would like to invite Muhammad Sinan AP to present on the topic of AI integrated zakat systems, unlocking new opportunities for financial inclusion. The podium is yours.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട വേദിയിലിരിക്കുന്ന മോഡറേറ്റർ, ബാക്കിയുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, when I studied about something about zakat, I asked my grandfather, what did you do the previous zakat? Then he answered me, I gave it our neighbor named as Manu. The same question I asked to my friend. Then he replied to me, I gave through a platform for Palestinian aid. The classical zakat was so good that there is donor can know who is the receiver of the zakat. But when digitalization is erupted, our authenticity is collapsed. But how we can overcome this situation? This is what is my subject matter here. A integrated digital zakat system unlocking new opportunity for financial inclusion. The methodology I used here, conceptual methodology combining Sharia-based fiqh analysis, AI system modeling, system architecture. And when we're talking about zakat, whether it is AI or digital or not, we can consider three factors. It is very important in Sharia base. The tamlik, I use it in Malayalam language. തംലീഖിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ സകാത്ത് കൈമാറുന്ന സമയത്ത് അതിൻ്റെ ഓണർഷിപ്പ് എന്ത് ചെയ്യണം, മറ്റുള്ള ആൾക്ക് തീർച്ചയായും ലഭിച്ചിരിക്കണം. എന്നാൽ അതുപോലെ തന്നെ ഡോണർ, ഈ കൊടുക്കുന്ന ആൾ എന്ത് ചെയ്യണം, അത് ഉറപ്പിക്കും വേണം, അത് അതിൻ്റെ അവകാശികളുടെ കയ്യിൽ എത്തിക്കണമെന്നുള്ളത്. ഇതിൻ്റെ ഒരു ശരിയാ ബേസ് നോക്കുമ്പോൾ ഈ അനഫി കിതാബിലൊക്കെ നമുക്ക് കാണാൻ പറ്റും, ഈ തംലീഖ് എന്നുള്ളത് മാൻഡേറ്ററി ആണ്, അതൊരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. എന്നാൽ ഷാഫി മദ്ഹബിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അതിൽ രണ്ട് ഓപ്ഷനായിട്ട് കൊടുക്കുന്നുണ്ട്. അതായത് ഫസ്റ്റ് 4 കാറ്റഗറി, നമ്മൾ ഇന്നമ സ്വതക്കാത്തു ലിൽ ഫുഖറ എന്ന് പറയുന്നിടത്ത് അവിടെ ലാം എന്നുള്ളത് തംലീഖാണ്. അതിന് ശേഷം വരുന്ന 4 കാറ്റഗറിയിൽ ആ തംലീഖിന് ആവശ്യമില്ല, നമുക്കത് എന്ത് ചെയ്യാം, നമുക്ക് തന്നെ ഇപ്പോൾ കടം വീട്ടാനുള്ള ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ കടം വീട്ടി കൊടുക്കുക എന്നുള്ളൊരു ഓപ്ഷന് അതിൽ കാണിക്കുന്നുണ്ട്. മറ്റൊരു ഫാക്ടറാണ് തൗക്കീൽ എന്നുള്ളത്. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മളെ ഡിജിറ്റൽ സക്കാത്ത് ആയാലും
നമ്മൾ സക്കാത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയാലും ഇവിടെ നമ്മളെ നാട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് തൗക്കീൽ എന്ന് പറഞ്ഞാൽ നമ്മളെ സക്കാത്ത് നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷനെ ഏൽപ്പിക്കും, അല്ലെങ്കിൽ ഡിജിറ്റലായിട്ട് നമ്മൾ കൊടുക്കും, അത് അവരെന്ത് ചെയ്യും അതിൻ്റെ ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു സിസ്റ്റം. ഇതിൽ പ്രധാനമായിട്ട് പറയാനെന്താ വെച്ചാൽ ഇവിടെ വരുന്ന വക്കീലൊരിക്കലും എന്തായാലും ഒരു ആമിനിങ്ങളുടെ കൂട്ടത്തിൽ പെടില്ല. അപ്പോൾ ആമിനിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സക്കാത്തിൻ്റെ ആമിനികൾ ഒരു സക്കാത്തിൻ്റെ ആളാണല്ലോ, അത് അയാൾക്ക് എടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഇവിടെ വരും. ഇതിൽ നമുക്ക് എന്നാൽ ചില ആളുകൾ ചില മുഫ്തിമാർ ഇതിനെ അനുകൂലിച്ച് പറയുന്നുണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ കാണുന്ന സക്കാത്ത് പണിക്കാർ സക്കാത്ത് കളക്ടേഴ്സിന് ആമിലികളുടെ കൂട്ടത്തിൽ പെടുത്താം എന്ന് പറയുന്ന ഒരു ഫത്വ കൊടുക്കുന്നുണ്ട്. അതായത് ഒരു ഹംബലീക്ക് സ്കോളറായിട്ടുള്ള അബ്ദുല്ലാഹിബ്നു മൻസൂർ പറയുന്നുണ്ട്, അവിടെ നമ്മൾ ആമിലിങ്ങളെന്ന് അള്ളാഹു ആയത്തിൽ പറഞ്ഞ സമയത്ത് മുത്തലക്കായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യാൻ അവിടെ നമുക്ക് സാധാരണ ആ സക്കാത്തിൻ്റെ മേലിൽ പണിയെടുക്കുന്ന ആർക്കും അതിൽ നിന്ന് സക്കാത്ത് കൊടുക്കുക എന്നുള്ള ഒരു ഓപ്ഷന് മൂപ്പരവിടെ കൊടുക്കുന്നുണ്ട്. ഇനി മറ്റൊരു മാറ്ററാണ് ഇന്നത്തെ കാലത്ത് കൂടുതലായിട്ട് വയലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു മാറ്ററാണ് തബ്ദീൽ എന്നുള്ളത്. അതായത് ഇപ്പോഴത്തെ കാലത്ത് പറയുമ്പോൾ പ്രൊഡക്റ്റീവ് സക്കാത്ത് എന്നുള്ളത്. ഈ തബ്ദീലിൻ്റെ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്കൊരിക്കലും ക്യാഷ് ആയിട്ടുള്ള വഖഫിനെ മറ്റൊരു വസ്തുവായിട്ട് മാറ്റാൻ കഴിയൂല. എന്നാൽ നേരെ തിരിച്ചു മാറ്റുന്നതിൽ കുറേ അഭിപ്രായങ്ങളുണ്ട്. നമ്മളെ ഷാഫി മദ്ഹബിലൊക്കെ ഇതിനെക്കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ ഷാഫി മദ്ഹബിൽ അത് പറ്റൂല, എന്നാൽ ഹനഫി മദ്ഹബിൽ അതിനെ അലോഡാക്കണ കിതാബുകളിലൊക്കെ നമുക്ക് കാണാം. ഇതിൽ ഷാഫി മദ്ഹബിൽ ഈ തബ്ദീലിൻ്റെ വിഷയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് കാണാം അതിൽ ഷാഫി വ്യൂവിൽ കാണാം സക്കാത്ത് ക്യാഷ് ആണെങ്കിൽ അത് മസ്റ്റ് ബി പെയ്ഡ് ഇൻ ക്യാഷ്. ഇറ്റ്സ് നോട്ട് പെർമിസിബിൾ ടു പേ സക്കാത്ത് ഇൻ ഗുഡ്സ് ഈവൻ ഇറ്റ്സ് വാല്യൂസ് ഈക്വൽ. എന്നാൽ അനഫി ജൂറിസ്ഡിക്ഷനിൽ നമുക്ക് കാണാൻ സാധിക്കും, അതിൽ ഇവന് നുജൈം എന്നുള്ളൊരു പണ്ഡിതന് അതിന് ഫത്വ കൊടുക്കുന്നുണ്ട്. അത് നോൺ ഈക്വൽ ആണെങ്കിൽ മാത്രമേ അത് പറ്റാത്തുള്ളൂ, എന്നാൽ ഈക്വലൻ്റ് ആയിട്ടുള്ളൊരു വസ്തുവാണെങ്കിൽ അങ്ങനെ മാറ്റാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഈ പ്രൊഡക്റ്റീവ് സക്കാത്തിനെ എങ്ങനെ നമുക്ക് ലീഗലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു മറുപടി ആയിട്ട് പറയാമെന്നുണ്ടെങ്കിൽ ഈ ബെനഫിഷ്യറികൾ അല്ലെങ്കിൽ മുസ്തഹിക്കീങ്ങൾ ഇത് സ്വീകരിച്ചതിന് ശേഷം സ്വീകരിച്ചതിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റും, അത് അവർക്ക് പല രീതിയിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അത് ഞാൻ നേരത്തെ പറഞ്ഞു, അതിൽ 4 ആളുകൾ, അതായത് ഫസ്റ്റത്തെ 4 കാറ്റഗറി അവർക്ക് ആ സക്കാത്ത് ഏൽപ്പിച്ച് കൊടുക്കലോട് കൂടി അവർക്കത് അവരുടെ ആവശ്യപ്രകാരം എന്ത് രീതിയിലാണെങ്കിലും കൺവേർട്ട് ചെയ്യാൻ പറ്റും. ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊഡക്റ്റീവ് സക്കാത്തിനെ മാറ്റാൻ പറ്റും. ഇനി അടുത്തതായിട്ട് നമ്മളെ ഇന്ത്യയിലൊക്കെ നിലനിൽക്കുന്ന കുറച്ച് ഡിജിറ്റൽ സക്കാത്ത് പ്ലാറ്റ്ഫോമുകളെ പരിചയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റായിട്ട് ഇപ്പോൾ indiasakath.com AMP ഇതിൻ്റെ കീഴിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ലോക്കൽ സക്കാത്ത് വെബുകൾ, അതുപോലെ സക്കാത്ത് സെൻറ്റർ ഇൻ ഇന്ത്യ അത് ജമാഅത്തെ ഇസ്ലാമിൻ്റെയാണ്. അതുപോലെ തന്നെ സക്കാത്ത് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ, ഇസ്ലാമിക് സിറ്റി സക്കാത്ത്. ഇനി എങ്ങനെയാണ് ഈ ഡിജിറ്റൽ സക്കാത്തിലൂടെ ഒരു ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ലഭിക്കുന്നതെന്ന് ചോദിച്ചാൽ അവിടെ പ്രധാനമായിട്ടും ഫിനാൻഷ്യൽ ആക്സസ് ധാരാളമായിട്ട് നടക്കുന്നുണ്ട്. അതിൽ തന്നെ കാണാം നമ്മൾ ബാങ്ക് ട്രാൻസ്ഫർ അല്ലെങ്കിൽ UPI ID ഒക്കെ ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ മൊബൈൽ വാലറ്റുകൾ ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ ആധാർ ലിങ്ക്ഡ് അക്കൗണ്ട്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ അതിൽ ഫിനാൻഷ്യൽ ആക്സസിനുള്ള സാധ്യത കൂടുകയാണ്. അതുപോലെ തന്നെ ഈ ടാർജറ്റ് ഡിസ്ട്രിബ്യൂഷൻ അതിലൂടെ നടക്കുന്നുണ്ട്. പിന്നെ ട്രാൻസ്പാരൻറ്റ് ട്രസ്റ്റ്, അതായത് ട്രാൻസ്പാരൻ്റ് ഉണ്ടാവുമെന്ന് വെച്ചാൽ അതിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും, റിയൽ ടൈം ഡാഷ്ബോർഡുകൾ അതിലുണ്ടാവും, ഡിജിറ്റൽ റെക്കോർഡുകൾ ഉണ്ടാവും. ഇനി ഇൻ്റഗ്രേഷൻ കൂടി അതിലേക്ക് വരുമ്പോൾ അവിടെ എന്ത് ചെയ്യും, ഈ ഫ്രോഡ് ഡിറ്റക്ഷൻ അങ്ങനത്തെ വിഷയങ്ങളിലൊക്കെ അതിൽ സംഭവിക്കുകയും ചെയ്യും. ഇനി ഇതുകൊണ്ടുള്ള ഒരു എക്കോണമിക് ഇമ്പാക്റ്റ് സംസാരിക്കുകയെന്നുണ്ടെങ്കിൽ ഈ സക്കാത്ത് ഓൾറെഡി നമ്മളുടെ രാജ്യത്ത് ഏകദേശം 10,000 കോടിയോളം സക്കാത്ത് പെർ ഇയർ പിരിച്ചെടുക്കുന്നുണ്ടെന്ന് പറയാറുണ്ട്. എന്നാൽ അതിൽ കുറച്ച് ചലഞ്ചസ് കൂടിയുണ്ട്. നമ്മൾ മലേഷ്യൻ സക്കാത്തിനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് അവിടുത്തെ ഒരു റിപ്പോർട്ടിലുണ്ട്, അതായത് ഇപ്പോഴത്തെ റിപ്പോർട്ടിലാണ്, അതായത് അവിടെ കുറേ ബ്രൈബറികൾ നടന്നിട്ടുണ്ട് അവിടെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ. ഉദാഹരണത്തിന് ഇപ്പം എങ്ങനെയൊക്കെയാണ് ഇതിൽ ചലഞ്ചസ് ഉണ്ടാവും എന്നുള്ളത്, ഈ ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്യും, ഈ സക്കാത്ത് ഫണ്ട് അവരുടെ പേഴ്സണൽ യൂസിന് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ഈ കൊടുക്കുന്ന ആൾക്ക് അത് കാണാൻ പറ്റാതെ, അത് ബെനിഫിഷ്യറിയിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ ഇല്ലയെന്ന് കാണാൻ പറ്റാത്തൊരവസ്ഥ.
അതുപോലെ തന്നെ ഒരു അല്ലെങ്കിൽ കറപ്ഷന് ബ്രൈബറികളൊക്കെ നടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ മോണിറ്ററിങ് ഓഡിറ്റിംഗ് ഒന്നും കറക്റ്റ് രൂപത്തിൽ നടക്കാതിരിക്കുക. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇതിലൂടെ ഈ സക്കാത്ത് കൊടുക്കുന്ന ആൾക്കാർക്ക് അവരോടുള്ള, അതായത് ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ആവട്ടെ ഡിജിറ്റൽ സക്കാത്ത് ആവട്ടെ, അവരോടുള്ളൊരു താല്പര്യം അത് കുറയും. ഇനി നെക്സ്റ്റ് ഇതാണ് ഭയങ്കര വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയം എന്നുള്ളത്. അതായത് നമ്മുടെ ഡിജിറ്റൽ സക്കാത്തുകളിൽ ഇൻ്റഗ്രേഷൻ നടത്തുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു മോഡൽ ഉണ്ടാവും എന്നുള്ളതാണ് അടുത്തൊരു ചർച്ച ചെയ്യുന്നത്. അതായത് അതിൻ്റെ ഒരു സിസ്റ്റം ആർക്കിടെക്ചർ നോക്കുമ്പോൾ അതിൽ പ്രധാനമായിട്ടും ഉണ്ടാവുക ഒരു യൂസർ ഇൻ്റർഫേസ് ഉണ്ടാവും. അതായത് നമ്മൾ സാധാ പോലെ ഫോണിൽ ഉപയോഗിക്കുന്ന ഫോണിൽ അതിക്ക് ആക്സസ് ചെയ്യാനുള്ള വെബുകളോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. പിന്നെ വർക്ക് ഫ്ലോ ലെയറുകൾ ഉണ്ടാവും. അതായത് ഈ ഡോണർക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷന്, അതുപോലെ തന്നെ ഈ ബെനിഫിഷ്യറിക്ക് അതിൽ കയറിയിട്ട് അവരുടെ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇനി അടുത്ത് AI ഇൻ്റഗ്രേഷൻ നടത്തുമ്പോൾ അല്ലെങ്കിൽ AI അനലിറ്റിക്കൽ ലെയേഴ്സ് അതിലുണ്ടാവും. അതായത് അതിൽ വരുന്ന എലിജിബിലിറ്റി അസസ്മെൻറ്റ്, അതുപോലെ അസ്നാഫുകളെ ക്ലാസിഫിക്കേഷൻ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ അതിലുണ്ടാവും. അതുപോലെ തന്നെ ബ്ലോക്ക് ചെയിൻ ലെയറുകൾ ഉണ്ടാവും. നേരത്തെ ബ്ലോക്ക് ചെയിൻ്റെ വിഷയങ്ങളൊക്കെ പറഞ്ഞു. അതായത് എല്ലാവർക്കും ആ ഡാറ്റ കാണാനുള്ള ഡാറ്റാബേസുകളും എൻക്രിപ്റ്റഡ് ഡാറ്റാബേസുകളൊക്കെ അതിലുണ്ടാവും. ഇനി അടുത്തത് വേറൊരു ഫാക്ടറാണ് അതിലുള്ളത്, എൻഡ് ടു എൻഡ് ഡിജിറ്റൽ ഓൺ ബോർഡിങ് ഉണ്ടാവും. നേരത്തെ പറഞ്ഞ മാതിരി ഈ ഓൺ ബോർഡിങ് പറഞ്ഞാൽ അതിൽ നമ്മളെ കൊടുക്കുന്ന ആൾക്ക് അതിൽ രജിസ്റ്റർ ചെയ്യാനും ആളുടെ സക്കാത്തുകൾ അതിന് ക്യാഷോ ഗോൾഡോ എന്താവട്ടെ അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അതിലുണ്ടാവും. ഇനി ബെനിഫിഷ്യറി ഓൺ ബോർഡിങ് അറിയുമ്പോൾ അതിൽ ഈ ബെനിഫിഷ്യറി ആയിട്ടുള്ള ആളതിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അയാളുടെ ഡീറ്റെയിൽസ് കൊടുക്കാനും അയാളുടെ ഡീറ്റെയിൽസ് സാധനങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ തന്നെ അയാൾ ഏത് സ്ഥലത്തുള്ള ലാൻഡ്സ്കേപ്പ് അവിടുത്തെ പ്രശ്നങ്ങൾ ഇതൊക്കെ അതിൽ കൊടുക്കാനുള്ള ഓപ്ഷൻസുകളുണ്ടാവും. പിന്നെ അടുത്തൊരു ഓപ്ഷൻ അതിലുള്ള ഫാക്ടറാണ് ബയോമെട്രിക് നമ്മൾ സാധാരണ കാണുന്ന പോലെ ഒരു ഫേസ് ഐഡികളോ അല്ലെങ്കിൽ ഫിംഗറിങ്ങോ അതിലുണ്ടാവും. അതുപോലെ തന്നെ ജിയോസ്പേഷ്യൽ മാപ്പിംഗ്, അതായത് ഒരു ഡോണർക്ക് ഏത് സ്ഥലത്തുള്ള ആളെയാണ് വേണ്ടത്, സ്വന്തം നാട്ടിലുള്ള ആളെയാണ് വേണ്ടത് അയൽ നാട്ടിലുള്ള ആളുകളെ വേണ്ടത്, അത് അടിസ്ഥാനത്തിൽ നോക്കാനുള്ള ഓപ്ഷൻ അതിലുണ്ടാവും. പിന്നെ സോഷ്യോ എക്കോണമിക് പ്രൊഫൈലിങ്, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ ഈ ബെനിഫിഷ്യറിയിൽ കൊടുത്തിട്ടുള്ള ഡാറ്റ അനുസരിച്ചിട്ട് അയാളെ ഓരോ അസ്നാഫുകളാക്കി തിരിക്കാനുള്ള ഒരു ഓപ്ഷൻ. പിന്നെ മെഷീൻ ലേണിംഗ് മോഡൽസ്, അതായത് ഈ മെഷീൻ ലേണിങ്ങുകളാണ് പ്രധാനമായിട്ടും ഈ AI ഉപയോഗിക്കുന്ന വിഷയങ്ങൾ. ഈ മെഷീൻ ലേണിങ്ങുകൾ ഉപയോഗിച്ചിട്ടാണ് ശരിക്ക് നമ്മൾ എന്ത് കൊടുത്താലും നമ്മളെ ഡാറ്റ അത് മാറ്റാനുള്ള ഓപ്ഷനിൽ ഉണ്ടാവുക. ഇനി പ്രധാനമായിട്ട് ഇതിനൊരു കേസ് സ്റ്റഡി നടത്തുമ്പോൾ ശരിക്ക് ഇതൊക്കെ ഗ്ലോബലി നടക്കുന്ന വിഷയങ്ങളാണ്. അതായത് ഗ്ലോബലി നല്ല ഇതിന് മലേഷ്യൻ്റെ വിഷയങ്ങളാണെങ്കിൽ ഇന്തോനേഷ്യൻ്റെ വിഷയങ്ങളൊക്കെ നടക്കുന്ന വിഷയങ്ങൾ. പക്ഷെ നമുക്ക് നേരിട്ട് അത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇന്ത്യയിൽ അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇന്ത്യൻ്റെ സാഹചര്യം എന്നുള്ളത് ആ ഒരു സാഹചര്യമല്ല നേരത്തെ മുമ്പത്തെ പ്രസൻറ്റേഷനിലൊക്കെ പറഞ്ഞ പോലെ ആ ഒരു സാഹചര്യമല്ലുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ത്യയിലെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ലോ അത് വളരെ പ്രധാനമാണ്. അത് അടിസ്ഥാനത്തിൽ അതുപോലെ തന്നെ ആധാർ, UPI, ഗവൺമെൻറ് ബെനിഫിറ്റ് ഡാറ്റാബേസുകളൊക്കെ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുമാണ് അത് കാര്യങ്ങൾ ചെയ്യാൻ. അതുപോലെ തന്നെ വേറെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ കാണപ്പെടുന്ന പോലെ പല ആളുകൾക്കും ഈ ഇൻഫോർമലായിട്ടുള്ള എംപ്ലോയ്മെൻ്റ് ഉണ്ടാവും. അതെന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഡാറ്റകൾ ചേർക്കാൻ കഴിയാത്തൊരു അവസ്ഥ. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഇൻകം പുവറാണോ എന്നുള്ളത് തെളിയിക്കാൻ പറ്റാത്ത അവസ്ഥ. കാരണം ഒന്നല്ലെങ്കിൽ അവിടെ ഡിജിറ്റൽ ഗ്യാപ്പ് ഉണ്ടായതുകൊണ്ടായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ശരിയായ കുറിച്ചുള്ള ഒരു അറിവില്ലാത്തത് കൊണ്ടാവാം. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അതിലുണ്ട്. ഇനി ഇത് പ്രധാനപ്പെട്ട് എൻ്റെ ഒരു കോൺട്രിബ്യൂഷനും കൂടിയാണ് ഈ ഒരു സംഭവം. സക്കാത്ത് സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ AI മോഡൽ ZCM എന്നുള്ളതാണ് ഞാൻ ഇതിനൊരു പേര് നൽകിയത്. ഇതിലൂടെ ഉണ്ടാകാൻ പോകണം എന്താ ചോദിച്ചാൽ നമ്മൾ ഒരു സക്കാത്തിലെ അതൊരു സ്റ്റാർട്ടപ്പിലേക്ക് മാറ്റുക. അതുകൊണ്ടുണ്ടാകുന്നത് ഇപ്പോൾ നടക്കുന്ന പല സക്കാത്തുകളും ജസ്റ്റ് ഒരു റിലീഫുകൾ മാത്രമായിട്ടാണ് നടക്കുന്നത്. എന്നാൽ അതൊന്ന് മാറ്റിയിട്ട് ആ സക്കാത്തുകൾ അവർക്ക് കൊടുക്കുമ്പോൾ ആ സക്കാത്തിലൂടെ അവർക്ക് സ്റ്റാർട്ടപ്പ് തുടങ്ങാനുള്ള ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ് ഞാനത് കേന്ദ്രീകരിച്ചിട്ടുള്ളത്. അതായത് ഒരു മുസ്തഹിക്കായിട്ടുള്ള ആളിനെ മുസക്കിയിലേക്ക് മാറ്റുന്ന ഒരു പ്രോസസ്സ്. ഇനി ഇതിൻ്റെ ലീഗൽ വശം നമ്മൾ പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് നമുക്ക് നേരിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ആൾക്ക് സ്റ്റാർട്ടപ്പ് തുടങ്ങാനുള്ള മെഷീനറിയോ സാധനങ്ങളോ വാങ്ങിക്കൊടുക്കാൻ പറ്റില്ല. മറിച്ച് എന്ത് ചെയ്യുക, ആൾ സക്കാത്ത് സ്വീകരിച്ചതിന് ശേഷം
ആൾക്ക് എന്ത് ചെയ്യുക, സ്റ്റാർട്ടപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ട്രെയിനിങ് അല്ലെങ്കിൽ അത് ചെയ്യാനുള്ള മാർഗ്ഗങ്ങളൊക്കെ നിർദ്ദേശിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമുക്ക് പറ്റുള്ളൂ. അല്ലാതെ ജക്കാത്തിലുള്ള ഇപ്പോൾ നമ്മൾ ആ ജക്കാത്ത് ഫണ്ട് കൊണ്ട് ആൾ കുറച്ച് മെഷീനറികൾ, കുറച്ച് തുന്നൽ മെഷീനുകൾ അങ്ങനെ വാങ്ങിക്കൊടുക്കുമ്പോൾ അതൊരിക്കലും പ്രൊഡക്റ്റീവ് ജക്കാത്ത് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു അത് പറ്റൂല. പിന്നെ അത് ലീഗലൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എന്താ വെച്ചാൽ അത് അവർ സ്വീകരിച്ചതിന് ശേഷം മാത്രം അവർക്കുള്ള ഈ ഒരു ഇത്തരം ട്രെയിനിങ് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അതിൻ്റെ കുറച്ച് ഒരു സ്റ്റേജുകളാണ്. അതായത് ആദ്യം നമ്മളതിൽ കയറുന്ന സമയത്ത് ബെനിഫിഷ്യറി പ്രൊഫൈലിംഗ് ഒക്കെ ഉണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതായത് അതിൽ ഡുവൽ ഫോക്കസ് ഉണ്ടാവുക. ഒന്ന് സക്കാത്ത് എലിജിബിൾ ആണോ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ എന്ന് അതിൽ ചോദിക്കും. ഇനി രണ്ടാമത്തെ ഒരു സ്കിൽ മാച്ചിങ് ആണ്. അതായത് ആളുടെ എല്ലാ ഡാറ്റകളും കൊടുക്കുമ്പോൾ ആൾക്ക് എന്തൊക്കെ തരത്തിലുള്ള സക്കാത്തുകളാണ് ഇതുകൊണ്ട് സക്കാത്ത് സ്റ്റാർട്ടപ്പുകളാണ് തുടങ്ങാൻ പറ്റുക എന്നുള്ള കാര്യങ്ങൾ അതിലൂടെ പറഞ്ഞു കൊടുക്കും. പിന്നെ മൂന്നാമത്തെ എന്തെങ്കിലും ബിസിനസ് സെറ്റപ്പ് സ്റ്റാർട്ടപ്പ് ലോഞ്ച് അങ്ങനെ പറഞ്ഞു കൊടുത്തതിന് ശേഷം ആൾ ഓക്കെ എന്നുണ്ടെങ്കിൽ അതിൽ ബിസിനസ് സെറ്റപ്പ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ ചെയ്തു കൊടുക്കും. അതായത് പ്ലാനിങ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. ഇനി നാലാമത്തെ ഒരു സ്റ്റേജ് പറയുന്നത് ഇതൊരു ഓപ്ഷണലാണ്. ആളൊക്കെ സെറ്റായതിനു ശേഷം ആൾ ഒരു വെൽ ഡിസൈനഡ് ആയിട്ടുള്ളൊരു ബിസിനസ് ചെയ്യുന്നുണ്ടോ, ആളത് ഒരു നല്ല പ്രൊഫിറ്റബിൾ ബിസിനസ് ആണോ എന്ന് മോണിറ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. ഇങ്ങനെ 4 ഓപ്ഷനുകളാണ് അതിലുണ്ടാവുക. എന്നാൽ ഇതിൽ നിന്നുണ്ടാവുന്ന ഒരു സോഷ്യൽ ഇമ്പാക്റ്റിനെ കുറിച്ച് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ ഫിനാൻഷ്യൽ ഇൻക്ലൂഷനാണല്ലോ കൂടുതൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റായിട്ട് നേരത്തെ പറഞ്ഞ മാതിരി സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ അത് വലിയൊരു ഉപകാരമായിട്ട് മാറും. പിന്നെ അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. അതായത് ഈ മൈക്രോ ഫിനാൻസ് ആയിട്ടുള്ള പ്രൊഡക്റ്റീവ് മോഡലുകൾ തുടങ്ങാൻ ഓരോരുത്തർക്ക് പറ്റുന്നുണ്ട്. പിന്നെ വുമൺ എംപവർമെൻറ്റ് ഉണ്ടാവും. നാട്ടിലെ സ്ത്രീകൾക്ക് അവരുടെ വീട്ടിൽ നിന്നുള്ള സ്റ്റാർട്ടപ്പുകളൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ റിസ്ക് റിഡക്ഷൻ ഉപയോഗിക്കുന്നതുകൊണ്ട് അതിൽ കൂടുതൽ റിസ്കുകളൊന്നും ഉണ്ടാവില്ല. പിന്നെ പോവർട്ടി റിഡക്ഷന്. ഇനി അതിൽ തന്നെ കാണാം, ഇത് നമ്മൾ നേരിട്ട് ഇന്ത്യയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ചലഞ്ചുകൾ ഉണ്ടാവും. നമുക്ക് വേണ്ടത്ര ഒരു ഡിജിറ്റൽ സാധനം ഇല്ല ഇവിടെ. അതുകൊണ്ട് അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കണം ആദ്യം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് കോർഡിനേഷൻ വേണം. അതുപോലെ തന്നെ എനിക്ക് പ്രധാനമായിട്ട് ഇതിലൊരു കീ റെക്കമെൻഡേഷൻ എന്നുള്ളത് നമ്മൾ ഇന്തോനേഷ്യയിലും മലേഷ്യയിലും കാണുന്ന പോലെ നാഷണൽ സക്കാത്ത് ഡിജിറ്റൽ സക്കാത്ത് രജിസ്റ്റർ എന്നുള്ള സംഭവമുണ്ട്. അതായത് ഒരു രാജ്യത്തെ എല്ലാ സക്കാത്തുകളും ഒരുമിച്ച് കൂട്ടുന്ന ഒരു സംഭവമാണ്. അതും ഇതിൽ കൊണ്ടുവരണം. പിന്നെ പബ്ലിക് പ്രൈവറ്റുള്ള എന്തൊരു കൊളാബറേഷനിൽ വേണം. ഇനി പ്രധാനമായിട്ട് ഇതിലൊരു കൺക്ലൂഷൻ പറയാമെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിയായ പ്രിൻസിപ്പിൾസൊക്കെ കൂടുതൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ പഠിച്ചതനുസരിച്ചുള്ള എന്ത് ചെയ്യണം, സക്കാത്ത് കൊടുക്കുന്ന രൂപത്തിലാണ് ഏത് വിഷയത്തിൽ ഡിജിറ്റലായ എങ്ങനെയായാലും അവിടെ സക്കാത്തിൽ ശരിയായ പ്രിൻസിപ്പിൾസ് നമ്മൾ എന്തായാലും കൺസിഡർ ചെയ്യണം. പിന്നെ സക്കാത്തിൽ ഇപ്പോൾ ഇൻ്റഗ്രേഷനൊക്കെ വന്നത് കൂടിയുള്ള പ്രശ്നങ്ങളെ തരണം ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ നമ്മളിൽ കാണണം. അതുപോലെ തന്നെ ഒരു കീ റെക്കമെൻഡേഷൻസ് എന്താ വെച്ചാൽ നമ്മളെ ഫാമിലിൻ്റെ സക്കാത്ത് ആദ്യം സെക്യൂർ ചെയ്യാൻ പഠിക്കണം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വന്തം വല്യപ്പ സക്കാത്ത് കൊടുത്തപ്പോൾ സക്കാത്ത് ശരിയാവുന്നുണ്ട്, എന്നാലും സ്വന്തം ഫ്രണ്ട് സക്കാത്ത് കൊടുക്കുമ്പോൾ അവിടെ സക്കാത്ത് പൂർണ്ണമാകുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ഡിജിറ്റൽ ടെക്കി ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിലുള്ള ഒരു സ്റ്റാർട്ടപ്പുകളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളൊക്കെ തുടങ്ങാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. Thank you very much. Now I'd like to invite Muhammad Swali TA, the student of Malikuddin Islamic Academy, Kasaragod, to present on the topic blockchain-based Sharia-compliant social finance ecosystem integrating Zakah, Waqf and Sadaqah for poverty elevation in India. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനപ്പെട്ട മോഡറേറ്റർ, മറ്റ് ഉസ്താദുമാരെ, എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ, ഇവിടെ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്ന വിഷയം ശരിയ കോംപ്ലൈൻറ്റ് സോഷ്യൽ ഫൈനാൻസിൽ ഉൾപ്പെടുന്ന സക്കാത്ത്, അതുപോലെ തന്നെ വഖഫ്, സദക്ക എന്നിവയിൽ ഈ ബ്ലോക്ക് ചെയിൻ മെത്തേഡ് അപ്ലൈ ചെയ്യുന്നതോടുകൂടെ അതിൽ വരുന്ന കൂടുതൽ അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ
അതിലൂടെ ഈ സക്കാത്തിലൂടെയും അതുപോലെ തന്നെ വഖഫിലൂടെയും എങ്ങനെ ഒരു പോവേർട്ടി അലവേഷൻ ഈ രാജ്യത്ത്, ഇന്ത്യ രാജ്യത്ത് കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ള ഒരു വിഷയത്തിലാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, I am introduced my slides. First slide discuss about the background of Indian Muslims, and in second slide discuss about the blockchain and Sharia compliant finance, and third Sharia compliant funds, and the fifth slide zakat and waqf role of poverty alleviation, and last the summary of findings. ആദ്യമായിട്ട് ഈ ബ്ലോക്ക് ചെയിൻ എന്താണ്? ഈ ബ്ലോക്ക് ചെയിൻ എന്നുള്ളത് ഈ പുതിയ കാലത്ത് കേട്ട് വരുന്ന ഒരു വേർഡാണ് ബ്ലോക്ക് ചെയിൻ എന്നുള്ളത്. ആദ്യമായിട്ട് എന്താണ് ബ്ലോക്ക് ചെയിൻ എന്നുള്ളത് നാം വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ഉദാഹരണത്തിലൂടെ ഞാനത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ആദ്യമായിട്ട് ഒരു അഞ്ചാളുകൾ താമസിക്കുന്ന ഒരു കോട്ടേഴ്സ്, അല്ലെങ്കിൽ ഒരു കൂടെ പഠിക്കുന്ന ഒരു കൂട്ടുകാർ പഠിക്കുന്ന ഒരു 5 ആളുകൾ താമസിക്കുന്ന ഒരു റൂം. ആ റൂമിൽ 5 പേര് ഒരുമിച്ച് താമസിക്കുമ്പോൾ ആ വീട്ടിലേക്ക്, അല്ലെങ്കിൽ അവരുടെ താമസത്തിന് ആവശ്യമായ ഫുഡ്, അതുപോലെ തന്നെ മറ്റു ആവശ്യങ്ങൾ ഉണ്ടാകുമല്ലോ. അപ്പോൾ ഓരോരുത്തരും അവരുടേതായ ആവശ്യങ്ങൾക്കും അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ, പച്ചക്കറി വാങ്ങി വരുമ്പോൾ ആ റൂമിൽ അല്ലെങ്കിൽ ആ വീട്ടിൽ അവർ വെച്ചാൽ പുസ്തകത്തിൽ ഓരോരുത്തരും ഇങ്ങനെ ആഡ് ചെയ്യും. ഇപ്പോൾ പച്ചക്കറി ഇത്ര 500 രൂപ, ഫസ്റ്റ് ആൾ വന്ന് ആഡ് ചെയ്യുമ്പോൾ വാങ്ങിയതിൻ്റെ പൈസ ഓൻ്റെ അടുത്തും ചിലവായത് അവൻ അവിടെ ആഡ് ചെയ്യും. നെക്സ്റ്റ് ആൾ വരുമ്പോൾ അയാൾ വാങ്ങി അയാൾക്ക് ചിലവായ പൈസ അതിൻ്റെ അടിയിൽ ആഡ് ചെയ്യും. അപ്പോൾ ഇതിലുണ്ടാകുന്ന പ്രശ്നം എന്നുള്ളത്, ഇപ്പോൾ മൂന്നാമതൊരാൾ വരുമ്പോൾ ആ ഫ്രണ്ട്, അപ്പോൾ ഈ ലാസ്റ്റ് ഇതൊക്കെ കൂട്ടി വെച്ചിട്ട് വീതം വെക്കുമല്ലോ, ഇത് എത്രയാണോ നമുക്ക് ചിലവായത് അതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ ബാലൻസ് ആക്കും. അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് നോക്കുമ്പോൾ മൂന്നാമത് വരുന്ന ഒരാൾ എന്താണ് ഇതിലൊരു ചതി ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ അവന് 400 രൂപക്ക് വാങ്ങിയ സാധനം അവിടെ എഴുതുന്ന സമയത്ത് 1000 രൂപക്ക് എന്നവിടെ എഴുതി വെക്കുമ്പോൾ ബാലൻസ് ആക്കുന്ന സമയത്ത് അവർക്ക് എക്സ്ട്രാ പൈസ കിട്ടുമല്ലോ. അപ്പോൾ ഇവിടെ ഇത്തരത്തിലൊരു ചതി വരാനുള്ള സാധ്യത ഏറെയാണ്. അപ്പോൾ ഇവിടെയാണ് ഈ ഒരു സിസ്റ്റത്തെയാണ് സെൻട്രലൈസ്ഡ് ലെഡ്ജർ സിസ്റ്റം എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറി ഓരോരുത്തരുടെ കയ്യിലും ഓരോരോ ബുക്കുകളാക്കിയിട്ട് 5 ബുക്കുകൾ ഓരോരുത്തരുടെ കയ്യിലും വെക്കും. അതുപോലെ തന്നെ ഫസ്റ്റത്തെ ആൾ ഒരു സാധനം വാങ്ങി വരുമ്പോൾ അതിൻ്റെ ബില്ലും സാധനങ്ങളും അയാളുടെ ബുക്കിൽ ആഡ് ചെയ്യുന്നതോടുകൂടെ മറ്റാളുകൾക്ക് അതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് അവരും അവരുടേതായ ബുക്കുകളിൽ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിൽ 2-3 ആളുകൾ സാധനങ്ങൾ വാങ്ങി വരുമ്പോൾ ഇതിലെന്താണ്, ഒരിക്കലും കളവ് ചേർക്കാൻ സാധിക്കുകയില്ല. ഇല്ലാത്ത സാധനം ചിലവായ പൈസയിൽ എക്സ്ട്രാ അവൻ ആഡ് ചെയ്യാൻ സാധിക്കില്ല. ഇതിനെയാണ് ഡീസെൻട്രലൈസ്ഡ് ലെഡ്ജർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെയാണ് ഈ ഒരു ഡീസെൻട്രലൈസ്ഡ് രൂപത്തെയാണ് ബ്ലോക്ക് ചെയിൻ എന്ന് പറയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നടക്കുന്ന ഓരോ ട്രാൻസാക്ഷൻസിനെയും ബ്ലോക്കുകളായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഓരോ ബ്ലോക്കും ഫസ്റ്റ് നടക്കുന്ന ട്രാൻസാക്ഷൻ അദ്ദേഹത്തിൻ്റെ ലെഡ്ജറിൽ അപ്ലൈ ചെയ്യുന്നതോടുകൂടെ മറ്റ് എല്ലാ കമ്പ്യൂട്ടറുകളിലും മറ്റ് നെറ്റ്വർക്കുകളിലുള്ള എല്ലാവരും അതിനെ സ്വീകരിക്കുന്നു, അതിനെ അംഗീകരിക്കുന്നു. അപ്പോൾ അദ്ദേഹം അതിനെ എൻട്രി ചെയ്യുമ്പോഴാണ് ആ ഒരു ബില്ലിലേക്ക് ഇത് ആഡ് ആകുന്നത്. അങ്ങനെ ഈ ഓരോരോ ട്രാൻസാക്ഷൻസിനും ബ്ലോക്കുകളായിട്ട് കണക്ട് ചെയ്യുന്നതിനാണ് ഇവിടെ ബ്ലോക്ക് ചെയിൻ എന്നുള്ളത് കൊണ്ട് ഇങ്ങനെ പരസ്പരം ബന്ധപ്പെടുത്തി കിടക്കുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു 100 സിസ്റ്റം പരസ്പരം കണക്ട് ചെയ്തപ്പെട്ട സിസ്റ്റങ്ങളാണെങ്കിൽ അതിൽ 51 സിസ്റ്റം, പകുതിയിൽ കൂടുതൽ സിസ്റ്റംസ് അതിനെ അംഗീകരിച്ചാലേ അതിനെന്താക്കാൻ കഴിയുള്ളൂ, ആ ഒരു ലെഡ്ജറിലേക്ക് ആ ഒരു ചെലവിനെ ആഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. ആദ്യമായിട്ട് ഇന്ത്യയിലുള്ള ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇന്ത്യൻ മുസ്ലിംസ്, ഈ കാലഘട്ടത്തിൽ ഇന്ത്യൻ മുസ്ലിമിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ചർച്ച ചെയ്യുമ്പോൾ ഇന്ത്യ രാജ്യത്തെ രാഷ്ട്രീയക്കാർ അതുപോലെ തന്നെ ഭരണകർത്താക്കൾ ഇന്ത്യ ഒരുപാട് എക്കണോമിക് ഗ്രോത്തുകൾ കൈവരിക്കുന്നുണ്ട് എന്ന് വാദിക്കുമ്പോൾ ഇന്ത്യയിൽ ഒരുപാട് തരത്തിലുള്ള സീരിയസ് പ്രോബ്ലംസ് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ഈ പോവേർട്ടി അലവേഷൻ പോലത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യയിലെ 14% മുസ്ലിങ്ങളാണെങ്കിലും ഇവരിൽ നിന്ന് തന്നെ ഒരുപാട് ശതമാനം ആളുകൾ ഈ പോവേർട്ടി അലവേഷൻ നേരിടുന്നുണ്ട്. ഈ ഒരു റിസർച്ച് പ്രോബ്ലം എന്നുള്ളത് ഈ സക്കാത്ത്, വഖഫ്, അതുപോലെ തന്നെ സ്വതക്ക എന്നിവയിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അത് കൈകാര്യം ചെയ്യുന്നതിലുള്ള ഒരുപാട് മിസ്യൂസുകൾ സംഭവിക്കുന്നുണ്ട്. ഫണ്ടുകൾ ശേഖരിക്കുന്നതിൽ ഒരുപാട് മിസ്യൂസുകൾ സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ശേഖരിക്കുന്ന ഫണ്ടുകൾ അത് വിഹിതം വെക്കുന്നതിൽ ട്രാൻസ്പെറൻസി ആയിട്ട് സുതാര്യത വരുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ ഉത്തരവാദിത്തപരമായിട്ട് അതിനെ വിഹിതം വെക്കാൻ ആർക്കും സാധിക്കുന്നില്ല. അതിനൊരു പുതിയ മെത്തേഡ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ സൊല്യൂഷനായിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവരുന്നത് ബ്ലോക്ക് ചെയിൻ ബേസ്ഡ് ശരിയ കംപ്ലൈൻറ്റ് സോഷ്യൽ ഫൈനാൻസ് എക്കോസിസ്റ്റം, BSCSFE എന്ന ഈ ഒരു സിസ്റ്റമാണ്, ഈ ഒരു മെത്തേഡാണ് ഇവിടെ സൊല്യൂഷനായിട്ട് ഞാൻ കൊണ്ടുവരുന്നത്. അഥവാ ഈ ബ്ലോക്ക് ചെയിൻ ഇതിലൂടെ അപ്ലൈ ചെയ്യുന്നതോടുകൂടെ ഇത് കൂടുതൽ ട്രാൻസ്പെറൻ്റ് ആയിട്ട്, കൂടുതൽ അക്കൗണ്ടബിലിറ്റി ആയി, എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് ഇതിനെ കൈകാര്യം ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. നെക്സ്റ്റ് സ്ലൈഡിൽ പറയാൻ പോകുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജുകളാണ്. ഇതിൽ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്നുള്ളത്
ഇത് ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ മെത്തേഡാണ് ഈ ബ്ലോക്ക് ചെയിൻ മുന്നോട്ട് വെക്കുന്നത്. അഥവാ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ കമ്പ്യൂട്ടറിലും ആഡ് ചെയ്യുന്നതോടുകൂടെ ഈ 100 കമ്പ്യൂട്ടറുകളാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ഒരു കമ്പ്യൂട്ടറിൽ ആഡ് ചെയ്യുമ്പോൾ മറ്റുള്ളവർ അംഗീകരിക്കുന്നതോടുകൂടെ എല്ലാ കമ്പ്യൂട്ടറിലേക്കും ഈ ഒരു ട്രാൻസാക്ഷൻ ആഡ് ചെയ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ ഇമ്മ്യൂട്ടബിൾ റെക്കോർഡാണ്. അഥവാ ആരെങ്കിലും ഒരാൾ വിചാരിച്ചാൽ അതിൽ നിന്ന് ഒരു കമ്പ്യൂട്ടറിൽ ഒരു പൈസ കൂട്ടാനോ അല്ലെങ്കിൽ അതിൻ്റെ കണക്ക് കൂട്ടാനോ കുറക്കാനോ വിചാരിച്ചാൽ അത് സാധിക്കില്ല. ഇവരായി പകുതിയിലധികം പേർ ഇതിനെന്താണ് സഹകരിച്ചാലേ ഇതിനെ അംഗീകരിച്ചാലേ അതിൽ മാറ്റത്തിരുത്തലുകൾ വരാൻ സാധിക്കുകയുള്ളൂ. പിന്നെ സ്മാർട്ട് കോൺട്രാക്ട്സ് എന്നുള്ളത് ഈ മുമ്പേ നമ്മൾ അതിന് കൊടുത്ത നിയമങ്ങൾ, ആ നിയമങ്ങൾ അനുസരിച്ച് തന്നെ ആ ഒരു സിസ്റ്റം അതിനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ട്രാൻസ്പെറൻസിനെ കുറിച്ച് പറയുമ്പോൾ പഴയ രീതിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ആളെടുത്ത് ഓഫീസ് കൊണ്ട് സക്കാത്തിൻ്റെ പൈസ കൊടുക്കുന്നു, അത് ആർക്കാണ് എങ്ങനെയാണ് കൊടുത്തത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. പക്ഷേ ഈ ബ്ലോക്ക് ചെയിൻ രീതിയിലേക്ക് വരുമ്പോൾ ഇൻ്റർനെറ്റിലൂടെ നമ്മൾ കൊടുത്ത സക്കാത്തിൻ്റെ പൈസയും അത് ആരിലേക്കാണ് എത്തിയത്, ഏതൊക്കെ വഴിയിലൂടെയാണ് പോയത് എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇൻഎഫിഷ്യൻസി ആയി നോക്കുമ്പോൾ ഒരു കാര്യക്ഷമത ഇല്ലായ്മ ആദ്യത്തെ ട്രഡീഷണൽ സിസ്റ്റത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അത് ബ്ലോക്ക് ചെയിൻ രീതിയിലേക്ക് വരുമ്പോൾ ഇവിടെ ഇടനിലക്കാരായ ഒരുപാട് സക്കാത്ത് കളക്ഷൻ അതോറിറ്റീസ്, അതുപോലെ തന്നെ സക്കാത്ത് ബോർഡ്സ്, കമ്മിറ്റീസ് ഇവരൊക്കെ ഒഴിവാക്കിയിട്ട് പെട്ടെന്ന് തന്നെ നേരിട്ട് സക്കാത്തിൻ്റെ അവകാശികളിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് കൂടി നമുക്ക് മുന്നോട്ട് വെക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇമ്മ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ് ഈ ബ്ലോക്ക് ചെയിൻ എന്നുള്ളത്. അഥവാ ഒരിക്കലും മാറ്റത്തിരുത്തുകൾ വരുത്താൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. പിന്നെ ശരിയായ കോംപ്ലൈൻറ്റ് ഫണ്ടിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് ആയി പറയുന്നത് എൻഹാൻസ്ഡ് ട്രാൻസ്പെറൻസിയാണ്. അഥവാ ഒരിക്കലും മാറ്റത്തിരുത്തുകൾ വരുത്താൻ സാധിക്കാത്ത രീതിയിൽ ഒരു വിസിബിൾ ആണ്. അത് ഏതൊക്കെ രീതിയിൽ എവിടേക്കാണ് ഈ നമ്മൾ ഫണ്ട് എത്തിച്ചേർന്നത് എന്നുള്ളത് പൂർണ്ണമായി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത് വളർന്നു വരുന്നത് ഈ ഒരു ബ്ലോക്ക് ചെയിൻ മെത്തേഡ് വളർന്നു വരുന്നത് 2000 ശേഷമാണ് ഇത് വളർന്നു വരുന്നത്. അതുപോലെ തന്നെ ഇസ്ലാമിക ശരീഅത്ത് മുന്നോട്ട് വെക്കുന്നത് ശരിയ കോംപ്ലൈറ്റ് ആയിട്ടുള്ള ഈ പ്രൊഹിബിറ്റഡ് റിബ, അതുപോലെ തന്നെ ഇതുപോലത്തെ ഇതൊക്കെ ശരിയ കോംപ്ലൈൻറ്റ് നിയമങ്ങൾ പാലിച്ചിട്ടാണ് ഈ ഒരു ശരിയ കോംപ്ലൈൻറ്റ് ഫണ്ടുകൾ നടത്തുന്നത്. പിന്നെ നെക്സ്റ്റ് ആയിട്ടുള്ള ബ്ലോക്ക് ചെയിൻ ഇസ്ലാമിക് ഫൈനാൻസ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. എൻഹാൻസ്ഡ് ട്രാൻസ്പെറൻസി ആയതുകൊണ്ട് തന്നെ ഇവിടെ കള്ളത്തരങ്ങളോ അതുപോലെ തന്നെ മറ്റു പൊള്ളായ്മകൾ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുകയില്ല. അതുപോലെ തന്നെ റെഡ്യൂസ്ഡ് കോസ്റ്റ് ആണ്. ഈ എഫിഷ്യൻ്റ്ലി ആകുന്നതോടുകൂടെ ഇവിടെ ഇൻ്റർമീഡിയറ്റ്സ് നമുക്ക് ഒഴിവാക്കുന്നതോടുകൂടെ ഇവിടെ ഒരുപാട് ലാഭങ്ങൾ, സമയവും അതുപോലെ തന്നെ ഇത് നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ നമുക്ക് കുറക്കാൻ സാധിക്കും. അപ്പോൾ നേരിട്ട് നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതോടുകൂടെ അതിൻ്റെ യഥാർത്ഥ അവകാശികൾ, ഖുർആൻ മുന്നോട്ട് വെച്ച അവകാശികളിലേക്ക് അതിനെ എത്തിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അസറ്റ് ടോക്കണൈസേഷനിലൂടെ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു ബിൽഡിങ്, ആ ബിൽഡിങ് വലിയ പൈസൻ്റെ 100 കോടിൻ്റെ ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ പാവപ്പെട്ടവർക്ക് അതിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യാനോ അതിനെ വാങ്ങാനോ സാധിക്കുകയില്ല. അപ്പോൾ ഒരു 100 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, 100 കോടിയുടെ ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ അതിനെ ചെറിയ ചെറിയ ഡിജിറ്റൽ കഷ്ണങ്ങളായിട്ട് 1000 രൂപയ്ക്ക് പാവപ്പെട്ടവർക്ക് അതിനെ ഓൺ ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് അതിനെ വെട്ടിമുറുക്കിയിട്ട് അതിനെ പാവപ്പെട്ടവർക്ക് ഓൺ ചെയ്യാനുള്ള രീതിയിലേക്ക് ആക്കുന്നതിനാണ് ഡിജിറ്റൽ ടോക്കണൈസേഷൻ എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് സ്ലൈഡിൽ പറയുന്നത് ബ്ലോക്ക് ചെയിൻ ഇസ്ലാമിക് ഫൈനാൻസ് ചലഞ്ചസുകളാണ്. ഇപ്പോൾ ശരിയ കോംപ്ലൈൻ്റ് ആയുള്ള ഈ ഒരു ഇന്ത്യയിൽ കൊണ്ടുവരുമ്പോൾ ഇവിടുത്തെ ഫ്രെയിം വർക്ക് ഇൻ്റഗ്രേറ്റിംഗ് ബ്ലോക്ക് ചെയിൻ ശരിയ ലോ, അതുപോലെ ഇവിടെയുള്ള ശരിയ ലോകൾ ഇവിടെ എത്രത്തോളം ഈ ഒരു രീതി ഇന്ത്യയിൽ നമുക്ക് നടത്തിക്കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളത് നാം കൂടുതലായി പഠിക്കേണ്ടതുണ്ട്. പിന്നെ ട്രഡീഷണൽ ബ്ലോക്ക് ചെയിൻ സിസ്റ്റം ഹാവ് ലിമിറ്റഡ് ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ്. അതുപോലെ തന്നെ ഈ ട്രഡീഷണലായിട്ട് സക്കാത്ത് സിസ്റ്റത്തിൽ നമുക്ക് കൂടുതൽ ട്രാൻസ്പെറൻസി കൊണ്ടുവരാൻ സാധിക്കില്ല. ഈ ഒരു ബ്ലോക്ക് ചെയിൻ കൊണ്ടുവരുന്നതിലൂടെ നമുക്ക് കൂടുതൽ അതിൻ്റെ അവകാശത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ ഈ സക്കാത്ത്, വഖഫ്, സ്വതക്ക അതിലൂടെ എങ്ങനെയാണ് പോവേർട്ടി അലവേഷൻ എത്തുന്നത് എന്നതാണ് ഈ ഒരു സ്ലൈഡ്. ഇവിടെ ഒരുപാട് ആളുകൾ സക്കാത്തിനും വഖഫിനും സ്വതക്കിനെ കുറിച്ച് നമ്മൾ പരിചയപ്പെടുന്നത്, അതിന് കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിലൂടെ കൂടുതൽ പോവേർട്ടി അലവേഷൻ ഈ രീതിയിൽ ട്രാൻസ്പെറൻ്റ് ആയ രീതിയിൽ അല്ലെങ്കിൽ നേരിട്ട് പാവപ്പെട്ടവരിലേക്ക് അതിൻ്റെ അവകാശികളിലേക്ക് എത്തുമ്പോൾ അവിടെ പോവേർട്ടി അലവേഷൻ സാധിക്കുമെന്ന് നമുക്ക് സംശയമില്ല. പിന്നെ ഇതിലുള്ള ചലഞ്ചസ്, ട്രഡീഷണൽ സിസ്റ്റത്തിലുള്ള ചലഞ്ചസുകളെ കുറിച്ച് പറയുമ്പോൾ ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസിയാണ്. അഥവാ പണ്ട് കാലഘട്ടത്തിൽ സക്കാത്തിൽ ഒരിക്കലും അത് ആരിലേക്കാണ് എത്തുന്നത് അല്ലെങ്കിൽ ഒരു കമ്മിറ്റിക്ക് അതിനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അത് ഏത് വഴിയിലൂടെയാണ് പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ ഇൻഎഫക്റ്റീവ് മാനേജ്മെൻറ്റ് ഇവിടെ നല്ല രീതിയിൽ നിലനിന്നിരുന്നു. അഥവാ ഡിലേ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻസ് ആണ് നമ്മൾ കൊടുത്താൽ എവിടെയാണ് എത്തുന്നത്. ഉപയോഗശൂന്യമായ വഖഫ് പ്രോപ്പർട്ടീസ്, ഈ വഖഫ് സ്വത്തുകളൊക്കെ ഉപയോഗശൂന്യമായിട്ട് ഇങ്ങനെ
ഒഴിവാക്കി കേട്ട പോലെ ഇങ്ങനെ കിടക്കുമ്പോൾ അതിലെന്താണ്, എങ്ങനെയാണ് അതിനെ ഉപയോഗിക്കുക, എങ്ങനെ അതിനെ ഉമ്മത്തിന് ഉപകാരപ്പെടുന്ന രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. നെക്സ്റ്റ്, ബ്ലോക്ക് ചെയിൻ ഫോർ ട്രാൻസ്പെറൻറ്റ് സോഷ്യൽ ഫൈനാൻസ്. ഈ സോഷ്യൽ ഫൈനാൻസിൽ ഈ ബ്ലോക്ക് ചെയിൻ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ലഭിക്കുന്ന കൂടുതൽ അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണെന്ന് പറയുന്നത്. ഇപ്പോൾ സക്കാത്ത് ആണെങ്കിൽ സ്മാർട്ട് കോൺട്രാക്ട്സിലൂടെ എന്താണ് അതിൻ്റേതായ അവകാശികളിലേക്ക്, അതിൻ്റെ യഥാർത്ഥ അവകാശികളിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കും. വഖഫാണെങ്കിൽ തന്നെ എന്താണ് ഡിജിറ്റൽ രജിസ്ട്രേഷൻ. ഇപ്പോൾ നമ്മൾ ഈ ഉമീദ് പോർട്ടലൊക്കെ നമ്മൾ ഇന്ത്യ ഭരണകൂടത്തിൻ്റെ കീഴിൽ ഉമീദ് പോർട്ടലൊക്കെ ആക്കിയതുപോലെ വഖഫ് സംവിധാനങ്ങൾ ഒരു രജിസ്റ്റർ മെത്തേഡിലേക്ക് ആക്കുമ്പോൾ അതിൽ കൂടുതൽ എത്ര സ്വത്തുണ്ട്, അല്ലെങ്കിൽ ആ സ്വത്തിന് എത്ര ഈ അവകാശികൾ, വഖഫ് സക്കാത്തിൻ്റെ അവകാശികൾ അല്ലെങ്കിൽ വഖഫ് ചെയ്യുന്ന ആളുകൾ ഇതിന് എത്രത്തോളം ഉത്തരവാദിത്തോടു കൂടെ ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ അടുത്തതാണ് കോർ ഫീച്ചേഴ്സ് ഓഫ് BSSFE. നമ്മൾ ഫസ്റ്റ് പറഞ്ഞതാണ് ബ്ലോക്ക് ചെയിൻ ബേസ്ഡ് ശരിയ കോംപ്ലയൻസ് സോഷ്യൽ ഫൈനാൻസ് എക്കോസിസ്റ്റം. ഈ ഒരു മെത്തേഡിലൂടെയാണ് ഇവിടെ പോവേർട്ടി അലവേഷൻ സാധ്യമാകുമെന്ന് ഞാൻ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവിടെ സ്മാർട്ട് കോൺട്രാക്ട്സ് കൊണ്ടുവരുന്നതോടുകൂടെ ഇവിടെ ഇൻട്രസ്റ്റ്, അതുപോലെ തന്നെ ഖറർ, ഇസ്ലാം അൽ ഇലലുൽ അസാസിയലിൽ മുആമലാത്തിൽ മാലിയൽ മുഹറമ എന്ന ആ ഒരു തിയറിയിലൂടെ മുന്നോട്ട് വെച്ച് റിബ, ഖറർ, അതുപോലെ തന്നെ മറ്റു സാധനങ്ങളൊക്കെ ഇതിലൂടെ എന്താണ് ഒഴിവാക്കാൻ സാധിക്കും. ഈ ഇസ്ലാമിക് സോഷ്യൽ ഫൈനാൻസ് ഇവിടെ അപ്ലൈ ചെയ്യുന്നതിലൂടെ ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതൊരു ഡീസെൻട്രലൈസേഷൻ ആണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്നുള്ളത്. അഥവാ ഒരു ഓഫീസ്, ഒരു സിസ്റ്റം അതിനെ നിയന്ത്രിക്കുക എന്നുള്ളതിലപ്പുറം എല്ലാവരിലേക്കും അതിനെ കണക്ട് ചെയ്തുകൊണ്ട് എല്ലാവരും അതിനെ നിയന്ത്രിക്കുമ്പോൾ അത് കൂടുതൽ സുതാര്യതയിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ എക്സാമ്പിളായിട്ട് ഇവിടെ ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ അവതരിപ്പിച്ച പ്രസൻറ്റേറ്റർ പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഈ ഒരു സിസ്റ്റം ഇവിടെ മലേഷ്യയിലും അതുപോലെ തന്നെ ഇന്തോനേഷ്യയിലും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, UAE എന്താണ് ഇതൊക്കെ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അവിടെ വളരെ വിജയകരമായ രീതിയിൽ തന്നെ അവർക്ക് ഇതിനെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സമ്മറി ആയിട്ട് പറയുമ്പോൾ ഇവിടെ ഈ ഒരു BSSFE ഇവിടെ കൊണ്ടുവരുന്നതോടുകൂടെ കൂടുതൽ കാര്യമായ രീതിയിൽ സക്കാത്ത്, വഖഫ്, അതുപോലെ തന്നെ സദക്ക, അതൊക്കെ എന്താണ് ശരിയ കോംപ്ലൈൻ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ശരിയ അലൈൻമെൻറ്റിലൂടെ കൂടുതൽ ട്രാൻസ്പെറൻസിലൂടെയും ജസ്റ്റിസിലൂടെയും അതിനെ ഒരു ജനങ്ങൾക്ക് ആവശ്യമായ രീതിയിലുള്ള ഒരു വെൽഫെയർ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള കൺക്ലൂഷനായി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. Thank you very much. Now I'd like to invite Mazhar Hamza, the student of Wafi Campus Kalikau, to present his paper on the topic towards community-based health security, implementing health takaful through Mahal system in Kerala. Please have the podium. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. ബഹുമാനാദരവുകളേറെയുള്ള ഈ സദസ്സിൻ്റെ മോഡറേറ്റർ ഉസ്താദ് സഹലുർ റഹ്മാൻ വാഫി, അതുപോലെ തന്നെ മറ്റ് പ്രസൻറ്റേഴ്സ്, അതുപോലെ വേദിയിലും സദസ്സിലുമായിട്ടുള്ള മറ്റു പണ്ഡിതർ, സഹോദരന്മാരെ, എനിക്ക് മുമ്പ് അവതരിപ്പിച്ച 3 പ്രസൻറ്റേഴ്സും ഇവിടെ അവതരിപ്പിച്ചത് സക്കാത്ത് അതുപോലെ തന്നെ വഖഫ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഗവേഷണ പ്രബന്ധങ്ങളായിരുന്നു. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി മറ്റൊരു സോഷ്യൽ ഫൈനാൻസിങ് ടൂളായ തക്കാഫുലിനെ സംബന്ധിച്ചാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. പ്രിയമുള്ളവരെ, ആദ്യം തന്നെ ആമുഖമായി പറഞ്ഞു വെക്കാം, തക്കാഫുൽ എന്നുള്ളത് കേവലം ഒരു ചാരിറ്റി ടൂള് മാത്രമല്ല, മറിച്ച് അതൊരു ബിസിനസ് മോഡൽ കൂടിയാണ്. ഇനി തക്കാഫുലിനെ പറ്റി പറയുകയാണെങ്കിൽ, അതിൻ്റെ ഒരു ചെറിയ രീതിയിൽ പറയുകയാണെങ്കിൽ, ഇൻഷുറൻസിനുള്ള, ഇസ്ലാമിക് ഫൈനാൻസിനുള്ള ഒരു ആൾട്ടർനേറ്റീവ് സിസ്റ്റമാണ് തക്കാഫുൽ എന്നുള്ളത്. അതിൻ്റെ വേർഡ് നമ്മളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ കഫല എന്ന അറബി പദത്തിൽ നിന്നാണ് തക്കാഫുൽ എന്ന വേർഡ് ഉരുത്തിരിഞ്ഞു വരുന്നത്. അതായത് അതിൻ്റെ അർത്ഥം പരിശോധിക്കുമ്പോൾ ജാമ്യം നിന്നു എന്നൊക്കെയാണ് ആ മാളിയായ ഫെയിലിൻ്റെ അർത്ഥം. അപ്പോൾ ഇതിൻ്റെ മസ്ദറാണ് കഫാല എന്നുള്ളത്. ജാമ്യം നിൽക്കുക എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ഇത് വരുന്നത്. ആൾ ജാമ്യം നിൽക്കുന്നതിന് കർമ്മശാസ്ത്രത്തിൽ ഉപയോഗിച്ചിട്ടുള്ള പദവും കഫാല എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ 2 പേർ അന്യോന്യം ജാമ്യം നിൽക്കുന്നതിനാണ് അറബിയിൽ തക്കാഫല എന്ന് പറയുക. അതിൻ്റെ മസ്ദറാണ് തക്കാഫുൽ.
അപ്പോൾ ഇതിൻ്റെ അർത്ഥം സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു കമ്മ്യൂണിറ്റി ഒരുമിച്ച് കൂടുകയും എന്നിട്ട് അവർ പരസ്പരം അന്യോന്യം സഹകരിക്കുകയും ചെയ്യുന്ന രീതിയാണ് തക്കാഫുൽ എന്നുള്ളത്. ഇതിൻ്റെ ഒരു ശരിയാ കോംപ്ലിയൻസ് നോക്കുകയാണെങ്കിൽ ഇതിൽ നമ്മൾ ഇസ്ലാമിക് ഫൈനാൻസിങ് ഇടപാടുകളിൽ പ്രൊഹിബിറ്റഡ് ആയിട്ട് കരുതുന്ന ഖറർ, മൈസർ, റിബ എന്നിവയൊക്കെ ഈ ഒരു ഇടപാടുകളിൽ വരുന്നില്ല. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും തക്കാഫുൽ ഒരു ശരിയാ കോംപ്ലിയൻ അക്കതായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിന് ചില ഇസ്ലാമിക് ഫൈനാൻസിങ് ഓർഗനൈസേഷനുകളും അതുപോലെ തന്നെ ശരിയ സ്റ്റാൻഡേർഡിംഗ് ബോഡികളൊക്കെ നൽകുന്ന വിശദീകരണങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഇതിന് അയോഫി നൽകിയിട്ടുള്ള ഒരു ഡെഫിനിഷൻ എന്നുള്ളത്, ഈ ഇസ്ലാമിക് ഇൻഷുറൻസ് എന്നുള്ളത് ഒരു കൂട്ടം ആൾക്കാർക്ക് ബാധിച്ചേക്കാവുന്ന നഷ്ടം പരിഹരിക്കാൻ വേണ്ടി അവർ പരസ്പരം ഉണ്ടാക്കുന്ന ഒരു ഉടമ്പടി കരാറാണ്. ഇതിൽ ധനം സമാഹരിക്കുന്ന രീതി എന്നുള്ളത് സംഭാവന രീതിയിലായിരിക്കും. അതുപോലെ തന്നെ പാകിസ്ഥാനിലെ സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ ഓഫ് പാകിസ്ഥാൻ ഇതിന് നൽകിയിട്ടുള്ള വിശദീകരണം, തക്കാഫുൽ എന്നാൽ ഇസ്ലാമിക വിധിവിലക്കുകൾ അനുസരിച്ച് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ ഊന്നി പ്രവർത്തിക്കുന്ന ഒരു ഇൻഷുറൻസ് രീതിയാണ്. പരസ്പര സഹകരണം, അതുപോലെ തന്നെ സ്വമേധയുള്ള സംഭാവന എന്നിവയാണ് ഇതിലെ ധനശേഖരണത്തിൻ്റെ അടിസ്ഥാന തത്വം. അതുപോലെ തന്നെ 1984 മലേഷ്യൻ തക്കാഫുൽ ആക്ട് പ്രകാരം സാഹോദര്യവും അതുപോലെ തന്നെ പരസ്പര സഹകരണവും അടിസ്ഥാനമാക്കി ആവശ്യ സമയങ്ങളിൽ ഇതിലെ അംഗങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന ഒരു സ്കീമാണ് തക്കാഫുൽ എന്നുള്ളത്. ഇനി നമ്മൾ തക്കാഫുലിൻ്റെ ഇനങ്ങൾ നോക്കുകയാണെങ്കിൽ, അതായത് തക്കാഫുൽ 2 ടൈപ്പ് തക്കാഫുലുകളാണുള്ളത്. നമ്മൾ ഇൻഷുറൻസിൻ്റെ കേസിൽ പറയുമ്പം ജനറൽ ഇൻഷുറൻസും അതുപോലെ തന്നെ ലൈഫ് ഇൻഷുറൻസും എന്ന് പറയുന്നത് പോലെ തന്നെ തക്കാഫുലിൽ ഫാമിലി തക്കാഫുലും അതുപോലെ തന്നെ ജനറൽ തക്കാഫുലുമാണുള്ളത്. അതിൽ ഫാമിലി തക്കാഫുലിനെ പറ്റി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ മനുഷ്യൻ്റെ ശരീരവുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ലോങ് ടേം ആയിട്ടുള്ള തക്കാഫുൽ മോഡലുകളെയാണ് ഫാമിലി തക്കാഫുൽ എന്ന് പറയുക. എന്നാൽ ജനറൽ തക്കാഫുൽ നോക്കുകയാണെങ്കിൽ ഷോർട്ട് ടേമും അതുപോലെ തന്നെ നമ്മളെ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള തക്കാഫുലുകൾക്കൊക്കെയാണ് നമ്മൾ ജനറൽ തക്കാഫുലുകൾ എന്ന് പറയുക. ഇനി ഇതിൻ്റെ ഒരു ബിസിനസ് മോഡലുകളിലേക്ക് വരുമ്പം പ്രധാനമായും 3 തരം തക്കാഫുൽ മോഡലുകളാണ് നിലവിലുള്ളത്. അതിൽ ഒന്ന് മുളാറബ മോഡലാണ്. ഈ വ്യത്യസ്തമായ മോഡലുകളൊക്കെയും വ്യത്യസ്തമായ ഇസ്ലാമിക് ഫൈനാൻസിങ് കോൺട്രാക്റ്റുകൾ ബേസ് ചെയ്തിട്ടാണ് ഇതിലെ ഓരോ തക്കാഫുലുകളും നടക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മുളാറബ ബേസ്ഡ് തക്കാഫുൽ. അത് നമുക്കറിയുന്നത് പോലെ തന്നെ മുളാറബ എന്ന് പറയുമ്പോൾ ഒരാൾ കച്ചവടം ചെയ്യാൻ വേണ്ടി ധനം പ്രൊവൈഡ് ചെയ്യുകയും മറ്റൊരാൾ അത് ഉപയോഗിച്ച് കച്ചവടം ചെയ്ത് അതിൽ നിന്ന് ലഭിക്കുന്ന ലാഭം അവർ മുന്നേ നിശ്ചയിച്ച അനുപാതപ്രകാരം അവർക്കിടയിൽ വീതിച്ചെടുക്കുന്ന രീതിയാണ് മുളാറബ. ഇതേ ഒരു രീതി മുളാറബ തക്കാഫുലിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇടപാടാണ് മുളാറബ മോഡൽ തക്കാഫുൽ. ഇനി അതുപോലെ തന്നെ മറ്റൊരു മോഡലാണ് വക്കാല മോഡൽ തക്കാഫുൽ. ഇതും മുളാറബ മോഡൽ പറഞ്ഞതുപോലെ തന്നെ വക്കാലത്ത് ബേസ് ചെയ്തിട്ടുള്ള ഒരു തക്കാഫുൽ മോഡലുകളാണ്. ഇതിൽ നമ്മൾ ധനം നൽകുകയും ആ ധനം അവർ അവിടെ സമാഹരിച്ച് അതിൽ നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള വിപത്തുകൾ വരുമ്പോൾ ആ ധനം ഉപയോഗിച്ച് ആ വിപത്തിൽ വന്ന നഷ്ടം പരിഹരിക്കുകയും ചെയ്യും. ഇതിൽ കമ്പനിക്ക് ഉണ്ടാകുന്ന പ്രധാന ലാഭം എന്നുള്ളത് ഈ വക്കാലത്ത് ഫീ നൽകും. ആ വക്കാലത്ത് ഫീ ആണ് ഇതിൽ തക്കാഫുൽ ഓപ്പറേറ്റർമാർക്ക് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ലാഭം എന്നുള്ളത്. ഇനി മറ്റൊരു മോഡലാണ് വഖഫ് മോഡലുകൾ. ഈ വഖഫ് മോഡലുകൾ ഇതുപോലെ തന്നെ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ വഖഫ് ബേസ് ചെയ്തിട്ടുള്ള തക്കാഫുൽ മോഡലുകളായിരിക്കും. ഇനി നമ്മൾ ഇതിൽ മഹല്ലുകൾ കേന്ദ്രീകരിച്ച് തക്കാഫുലുകൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ വിഷയത്തിൻ്റെ പ്രധാന മർമ്മം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നമ്മൾ മഹല്ലുകളിൽ നടപ്പിലാക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു തക്കാഫുൽ മോഡലുകൾ എന്നുള്ളത് മുളാറബ ബേസ്ഡ് തക്കാഫുലാണ്. അപ്പോൾ ഈ മുളാറബ ബേസ്ഡ് തക്കാഫുലിനെ നമ്മൾ കൃത്യമായി ഒന്നും കൂടി വിശദീകരിച്ച് പരിശോധിക്കുമ്പോൾ അതിൽ നമ്മുടെ ആ മുളാറബ തക്കാഫുൽ പ്രവർത്തിക്കുന്നത് നമ്മൾ ധനം നൽകും. അപ്പോൾ തക്കാഫുൽ
ഓപ്പറേറ്റർമാർ മുളാരിബായി വർത്തിക്കും. അതുപോലെ തന്നെ നമ്മൾ റബ്ബുൽ മാലായിട്ട് വർത്തിക്കും. ഈ മുളാറബയിൽ 2 കൂട്ടരാണ് ഉണ്ടാവുക. ഒന്ന് ധനം പ്രൊവൈഡ് ചെയ്യുന്ന റബ്ബുൽ മാലും മറ്റൊന്ന് ബിസിനസ് ചെയ്യുന്ന മുളാരിബും. അപ്പോൾ ഇത്തരത്തിൽ കമ്പനി മുളാരിബായും അതുപോലെ തന്നെ തക്കാഫുൽ ഉപഭോക്താക്കൾ റബ്ബുൽ മാലായും പ്രവർത്തിക്കും. അങ്ങനെ ഇതിൽ നിന്ന് കിട്ടുന്ന ധനം ഉപയോഗിച്ച് ഒരു പൂള് സമാഹരിക്കുകയും ഇതിൽ നിന്നൊരു നിശ്ചിത റേഷ്യോ നമ്മുടെ പേഴ്സണൽ ഈ റിസ്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി PRF ഫണ്ടിലേക്കും അതിൽ നിന്ന് നിശ്ചിത റേഷ്യോ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയും PIA ഫണ്ടിലേക്കും പോകും. എന്നിട്ട് ഇത്തരത്തിലുള്ള PIA ഫണ്ടിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യുകയും അതിൽ നിന്നുണ്ടാകുന്ന ലാഭം കമ്പനിയും ഉപഭോക്താക്കളും മുന്നേ നിശ്ചയിക്കുന്ന ഒരു റേഷ്യോ പ്രകാരം പങ്കിട്ടെടുക്കുകയും ചെയ്യും. ഇനി ഈ ക്ലെയിമിംഗ് പർപ്പസിന് വേണ്ടി മറ്റൊരു പൂള് അവിടെ PR ഫണ്ട് എന്നുള്ള രീതിയിൽ റിസ്കുകൾ ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ മറ്റൊരു ഫണ്ടും ഉണ്ടാവും. ഇനി നമ്മൾ ഈ കേരളത്തിലെ മഹല്ല് സംവിധാനങ്ങളെ കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഈ നമുക്ക് കേരള സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഉള്ളൊരു അനുഗ്രഹം പോലെ നമുക്കുള്ളൊരു സംവിധാനമാണ് കേരളത്തിലെ മഹല്ല് സംവിധാനങ്ങൾ. കാരണം ഒരു നാട്ടിലെ മുസ്ലിങ്ങളെയൊക്കെയും ഒരു ഓർഗനൈസേഷൻ്റെ കീഴിൽ ഒരുമിച്ച് കൂട്ടാനുള്ള ഒരു സംവിധാനമാണ് കേരളത്തിലെ മഹല്ല് സിസ്റ്റം. ഇനി നമ്മൾ മഹല്ല് സിസ്റ്റത്തിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. കാരണം എല്ലാവർക്കും സുപരിചിതമായ ഒരു ഓർഗനൈസേഷനാണ് കേരളത്തിലെ മഹല്ല് സിസ്റ്റം എന്നുള്ളത്. ഇനി ആ മഹല്ല് സിസ്റ്റത്തിൻ്റെ പ്രധാന ഫങ്ഷൻസുകൾ അല്ലെങ്കിൽ പ്രധാന ധർമ്മങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ മഹല്ലുകൾക്കുള്ള പ്രധാന ധർമ്മങ്ങളിലൊന്ന് മതപരമായ ധർമ്മങ്ങളാണ്. അതായത് പള്ളികളുടെ പരിപാലനം, അതുപോലെ തന്നെ അഞ്ച് നേരത്തെ നിസ്കാരങ്ങൾ ഓർഗനൈസ് ചെയ്യുക, അതുപോലെ തന്നെ പ്രഭാഷണങ്ങൾ നടത്തുക, ആവശ്യമായ റിലീജിയസ് സ്റ്റഡീസ് നൽകുക, അതുപോലെ തന്നെ ജുമായുടെ ഖുത്തുബ, ഇത്തരം കാര്യങ്ങളൊക്കെ മതപരമായ ഇത്തരം കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ മതവിദ്യാഭ്യാസം നൽകുക, ഇതൊക്കെ മഹല്ലുകളുടെ മതപരമായ ധർമ്മങ്ങളാണ്. അതുപോലെ തന്നെ മഹല്ലുകളുടെ മറ്റൊരു ധർമ്മങ്ങളാണ് സാമൂഹികപരമായ ധർമ്മങ്ങൾ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുക, അതുപോലെ തന്നെ വിവാഹം, മറ്റ് ആവശ്യങ്ങൾക്കുള്ള സഹായ പരിപാടികൾ നടത്തുക, അതുപോലെ തന്നെ വിധവകൾ, അനാഥർ, രോഗികൾ, വയോധികർ എന്നിവർക്കുള്ള ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുക, ഇതൊക്കെ സാമൂഹികപരമായ ധർമ്മങ്ങളാണ്. ഇതോടൊപ്പം തന്നെ വിദ്യാഭ്യാസകരമായ കാര്യങ്ങളിലും ചില സഹായങ്ങൾ നൽകൽ കൂടി മഹല്ല് സംവിധാനങ്ങളുടെ ധർമ്മമാണ്. അതുപോലെ തന്നെ സാമ്പത്തികമായ സഹായങ്ങൾ നൽകുക, സമൂഹത്തിലെ സാമൂഹ്യ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുക, അതുപോലെ തന്നെ മഹല്ല് ഫണ്ടുകൾ ഉണ്ടാവും, വഖഫ് പോലത്തെ മറ്റിതര സംഭാവനകൾ, ഇതൊക്കെ കൈകാര്യം ചെയ്യുക. ഇതൊക്കെ മഹല്ലുകളുടെ പ്രധാനപ്പെട്ട ധർമ്മങ്ങളാണ്. അതേപോലെ തന്നെ ആരോഗ്യപരമായ സംരക്ഷണം നൽകുക, ഇത്തരം കാര്യങ്ങളൊക്കെ മുസ്ലിമായ ഒരു മനുഷ്യൻ്റെ എല്ലാ രീതിയിലുള്ള മേഖലകളിലും ഇടപെടുക എന്നുള്ളത് മഹല്ലുകളുടെ ധർമ്മമാണ്. ഇനി മഹല്ലുകളുടെ ഒരു പ്രധാനപ്പെട്ട സാമ്പത്തിക സ്രോതസ്സുകൾ നോക്കുകയാണെങ്കിൽ അതിലൊന്ന് മെമ്പർഷിപ്പ് ഫീസും വരിസംഖ്യയാണ്. അതുപോലെ തന്നെ മറ്റൊന്ന് സംഭാവനകൾ, പിന്നൊന്നുള്ളത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടുന്ന വരുമാനം, പിന്നെ ചാരിറ്റി ബോക്സുകളിൽ നിന്ന് കിട്ടുന്ന വരുമാനം. ഇതല്ലാതെ മറ്റ് ചില വരുമാനങ്ങളും കിട്ടും. ഉദാഹരണത്തിന് നിക്കാഹുകളൊക്കെ നടക്കുമ്പോൾ ചെറിയൊരു പ്രീമിയം പോലെയല്ല, ചെറിയൊരു സംഭാവന മഹല്ലിന് ലഭിക്കും. ഇനി മഹല്ലിൽ തക്കാഫുലിൻ്റെ ആവശ്യകത നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഒരു മെഡിക്കൽ എക്സ്പെൻസ് എന്നുള്ളത് വളരെ വലിയ രീതിയിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. എല്ലാ രീതിയിലുള്ള ചെലവുകൾ നോക്കുകയാണെങ്കിലും മെഡിക്കൽ എക്സ്പെൻസ് ആവട്ടെ, മറ്റ് വാഹനങ്ങൾക്കുള്ള ചിലവാകട്ടെ, ഇത്തരത്തിലുള്ള എല്ലാ ചിലവുകളും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വളരെ വലിയ രീതിയിൽ നമ്മുടെ ഡെയിലി എക്സ്പെൻസുകൾ വർദ്ധിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു കുടുംബം പെട്ടെന്നുള്ള ഒരു മെഡിക്കൽ എമർജൻസി ഉണ്ടായിരിക്കാം, നല്ല രീതിയിൽ പോകുന്ന ഒരു കുടുംബം പെട്ടെന്ന് ഒരു ദാരിദ്ര്യരേഖയ്ക്ക് താഴേക്ക് പോവുക. അതുപോലെ തന്നെ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് വരുന്ന പല ദുരന്തങ്ങളും നമുക്ക് ചിലപ്പോൾ നമുക്ക് അഭിമുഖീകരിക്കാൻ കഴിയുന്നില്ല എന്ന് വരാം. അതുപോലെ തന്നെ ഈ ദിവസക്കൂലിക്ക് പണിയെടുക്കുന്ന തൊഴിലാളികൾക്കും മറ്റുമൊക്കെ അവർക്ക് വരുന്ന വിപത്തുകൾ അഭിമുഖീകരിക്കാനുള്ള സാമ്പത്തിക സ്രോതസ് ഇല്ലാതെ വരാം. ഇത്തരം കാര്യങ്ങൾക്കൊക്കെയുള്ള ഒരു വലിയ രീതിയിലുള്ള പരിഹാരമാണ് ഈ തക്കാഫുൽ സംവിധാനം എന്നുള്ളത്. അതുപോലെ തന്നെ വിധവകളുടെയും അനാഥരുടെയും പ്രശ്നം, ഒരു കുടുംബത്തിൽ ഒരു സമയം വരെ
ആ കുടുംബത്തിൻ്റെ ചെലവുകൾ നോക്കിക്കൊണ്ടിരുന്ന ആൾ പെട്ടെന്ന് ഒരു ദിവസം മരിക്കുകയോ അല്ലെങ്കിൽ തൊഴിലിന് പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറുകയോ ചെയ്താൽ ആ കുടുംബത്തിൻ്റെ വരുമാന സ്രോതസ് നിൽക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെയുള്ള പരിഹാരമാണ് തക്കാഫുൽ എന്നുള്ളത്. ഇനി നമുക്ക് കേരളത്തിലെ മഹല്ലുകളിൽ എങ്ങനെ തക്കാഫുൽ നടപ്പിലാക്കാം എന്നുള്ളതിനെ പരിശോധിക്കാം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു, മുലാറബ ബേസ്ഡ് തക്കാഫുൽ മോഡലുകളാണ് കേരളത്തിലെ മഹല്ലുകളിൽ നടപ്പിലാക്കാൻ ഉചിതമായൊരു തക്കാഫുൽ മോഡൽ. ഇതിൽ മഹല്ല് കമ്മിറ്റി തക്കാഫുൽ ഓപ്പറേറ്റേഴ്സായിട്ട് പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ മഹല്ല് നിവാസികൾ തക്കാഫുൽ ഉപഭോക്താക്കളായിട്ട് പ്രവർത്തിക്കുന്നതും ഒരു രീതിയിലാണ് നമ്മൾ ഇതിനെ ക്രമീകരിച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ മോഡൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ഉദാഹരണത്തിന് 1000 വീടുകളുള്ള ഒരു മഹല്ലെടുക്കുക. അപ്പോൾ 1000 വീടുകളുള്ള മഹല്ലെടുത്തു കഴിഞ്ഞാൽ ആവറേജ് ഒരു വീട്ടിൽ നമുക്ക് 4 അംഗത്തെ കണ്ടെത്താൻ കഴിയും. അങ്ങനെ ഇത്തരത്തിൽ ഒരു വീട്ടിൽ നമ്മൾ 4 അംഗത്തെ കണ്ടെത്തുകയാണെങ്കിൽ അതിൽ 1000 × 4 4000 ആൾക്കാരെ നമുക്ക് ഒരു മഹല്ലിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കും. ഈ 4000 ആൾക്കാരിൽ നിന്നും ഈ തക്കാഫുലിൻ്റെ പ്രീമിയം എന്ന രീതിയിൽ 500 രൂപ ഈടാക്കുകയാണെങ്കിൽ അത് നമ്മൾ ഒരു ഇൻഷുറൻസിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് പ്രീമിയം നിശ്ചയിക്കുന്നത്. ആ രീതിയിൽ നിശ്ചയിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരും. നമുക്ക് ചാരിറ്റി ആയതുകൊണ്ട് തന്നെ സമ്പത്ത് കൂടുതലുള്ള ആൾക്കാരിൽ നിന്ന് 500-ലധികം വാങ്ങുകയും അതുപോലെ തന്നെ ദരിദ്രരായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് 500-ൽ നിന്ന് കുറവ് വാങ്ങുകയും ചെയ്യുമ്പോൾ അതിൽ വ്യത്യാസം ഉണ്ടാവും. എന്നാലും ആവറേജ് നമുക്കൊരു 500 കൂട്ടാം. ഇത്തരത്തിൽ 500 രൂപ ഈടാക്കിയാൽ ഒരു മാസം 1000 വീടുകളുള്ള 4000 ആൾക്കാരുള്ള ഒരു മഹല്ലിന് ലഭിക്കുക 20 ലക്ഷം രൂപയാണ്. ഈ 20 ലക്ഷം രൂപ ഒരു വർഷത്തിലേക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് 2,40 ലക്ഷം രൂപ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. ഇതിൽ 40% PRF അഥവാ നമ്മുടെ റിസ്ക് ഫണ്ടിലേക്ക് എടുക്കുകയാണെങ്കിൽ റിസ്ക് ഫണ്ടിലേക്കും അതുപോലെ തന്നെ 60% റിസ്ക് ഫണ്ടിലേക്കും 40% ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടിലേക്കും ഉപയോഗിച്ചാൽ 96 ലക്ഷം രൂപയാണ് നമുക്ക് ഒരു വർഷം ഒരു മഹല്ലിന് ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യത്തിന് വേണ്ടി ലഭിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ക്ലെയിമിംഗ് പർപ്പസിന് വേണ്ടി 1,44 ലക്ഷം രൂപയും ലഭിക്കും. ഇത്തരത്തിൽ ഒരു മഹല്ലിന് ഒരു വർഷം അവിടുത്തെ ക്ലെയിമിങ്ങിന് വേണ്ടി, അതായത് എന്തെങ്കിലും അപ്രതീക്ഷിതമായ അപകടങ്ങൾ വന്നാൽ അതിനെ സഹായിക്കാൻ വേണ്ടി 1,44 ലക്ഷം രൂപയും അതുപോലെ തന്നെ വിവിധതരം ഇൻവെസ്റ്റ്മെൻറ്റുകളിലേക്ക് നിക്ഷേപിക്കാൻ 96 ലക്ഷം രൂപയും ലഭിക്കുന്ന ഒരു മഹല്ലിനെ സംബന്ധിച്ചിടത്തോളം ആ മഹല്ലിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ നമുക്ക് പ്രിയമുള്ളവരെ, ഇനി ഈ തക്കാഫുൽ സംവിധാനം മഹല്ലുകളിലേക്ക് പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ചില വെല്ലുവിളികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്
മഹല്ല് കമ്മിറ്റി ആയിരിക്കും സ്വാഭാവികമായിട്ടും ഈ ഒരു തക്കാഫുൽ സംവിധാനത്തെ നിയന്ത്രിക്കുന്നുണ്ടാവുക. അപ്പം നമ്മുടെ ഒരു പ്രാദേശിക യാഥാർത്ഥ്യം നോക്കുകയാണെങ്കിൽ പല മഹലിലെയും ജനങ്ങൾക്ക് ആ മഹല്ല് കമ്മിറ്റിയോടുള്ള ഒരു വിശ്വാസക്കുറവ് നമുക്ക് കാണാൻ സാധിക്കും. അത് ആ നാട്ടിലെ പ്രാദേശികമായ ചില പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം. അപ്പം ഇത്തരം പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ ഒന്ന്, മഹലിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഫൈനാൻഷ്യൽ ലിറ്ററസി കുറവായിരിക്കും. അപ്പോൾ ഇത്തരത്തിലൊരു തക്കാഫുൽ സംവിധാനത്തിലേക്ക് അവർ കടന്നു വരാനും ഇതൊരു ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ ആദ്യം പറഞ്ഞ പ്രശ്നം മഹല്ല് കമ്മിറ്റികളോടുള്ള വിശ്വാസക്കുറവ്. ഇത് നമുക്ക് മഹല്ല് കമ്മിറ്റിയെ നേരിട്ട് ഏൽപ്പിക്കാതെ ഈ തക്കാഫുൽ ഉപഭോക്താക്കളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളെ ശേഖരിച്ച് ഇതിൽ നിന്നൊരു ബോഡി ഉണ്ടാക്കി അവരത് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഒരുപാട് അർത്ഥത്തിൽ ഇതിനെ നമുക്ക് പരിഹരിക്കാൻ കഴിയും. അതുപോലെ തന്നെ ബ്ലോക്ക് ചെയിൻ പോലെ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ആപ്പുകൾ പോലെ മോഡേൺ ടെക്നോളജികൾ ഇതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമ്മൾ നിക്ഷേപിക്കുന്ന ധനം എവിടെയൊക്കെ പോയി, എത്രയൊക്കെ റിട്ടേൺ വന്നു, അതിൽ നിന്ന് ആരൊക്കെ എടുത്തു എന്നൊക്കെയുള്ള കാര്യം കൃത്യമായി മോണിറ്റർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കും ഏറെക്കുറെ പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. പിന്നെ അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ ലിറ്ററസിയുടെ കുറവ്, നമ്മൾ മഹല്ലുകളെ സംബന്ധിച്ചിടത്തോളം ഓരോ നിസ്കാര പള്ളികളിലും പോയി കുടുംബസംഗമങ്ങളും മറ്റും വിളിച്ചു ചേർത്ത് അവർക്ക് അതിൽ നല്ല രീതിയിലുള്ള അവബോധം നൽകുകയാണെങ്കിൽ അതിനും ഏറെക്കുറെ പരിഹാരമാവും. പിന്നെ അതുപോലെ തന്നെ ഇതിലുള്ള മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മഹല്ലുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ചുരുങ്ങിയ വീടുകളും മറ്റൊക്കെ ഉള്ള മഹല്ലുകളുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ചുരുങ്ങിയ ഉപഭോക്താക്കളുള്ള ഒരു സ്ഥലത്ത് തക്കാഫുൽ പോലുള്ള ഒരു സംവിധാനം നമുക്ക് നടപ്പിലാക്കുന്നതിൽ പരിമിതികളുണ്ട്. അപ്പോൾ SMF പോലുള്ള വലിയൊരു ബോഡിയൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇതിനെ വളരെ വിജയകരമായ രീതിയിൽ നമുക്ക് കേരളത്തിലെ മഹല്ല് സംവിധാനങ്ങളിൽ നടപ്പിലാക്കാൻ കഴിയും. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഗവേഷണ പ്രബന്ധം ഇവിടെ സമർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. Thank you very much. Now we are moving to the last presentation of this session. I would like to invite Majid Muhammad Ashraf, the student of Wafi Campus Kalikau, to present his presentation on the topic Ethical FinTech for Inclusive Growth, a Sharia-compliant blockchain-based equity crowdfunding platform for Indian micro-entrepreneurs. Please take the podium. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ മോഡറേറ്റർ, മറ്റു പ്രസൻറ്റേഴ്സ്, ഉസ്താദുമാർ, പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, ഈ സെഷനിലെ ഏറ്റവും അവസാനത്തെ പേപ്പറാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ ഇന്ത്യൻ സാഹചര്യത്തിലെ ഒന്ന് രണ്ട് ഫാക്റ്റുകൾ വെച്ചുകൊണ്ട്, ഒന്ന് രണ്ട് ട്രെൻഡുകൾ മനസ്സിലാക്കിക്കൊണ്ട്, കൂടാതെ ഇന്ത്യൻ എക്കണോമിക് സിസ്റ്റം, അല്ലെങ്കിൽ ഒന്നുകൂടി ബ്രോഡായി പറയുകയാണെങ്കിൽ വേൾഡ് എക്കണോമിക് സിസ്റ്റത്തിലെ നിലവിലെ സാഹചര്യം കൂടി കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് മറ്റൊരു ആൾട്ടർനേറ്റീവായിട്ടുള്ള ഒരു സാധ്യതയെ വിശകലനം ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ എക്കണോമിക് സിസ്റ്റം അഥവാ ഫിനാൻഷ്യൽ സിസ്റ്റത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പൂർണ്ണാർത്ഥത്തിൽ ഡെപ്റ്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ബേസ്ഡ് ആണ്. ഇന്നത്തെ വേൾഡ് ഓർഡർ തന്നെ ഒരു ഇൻട്രസ്റ്റ് സെൻട്രിക് ആയിട്ടാണ് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒന്നുകൂടി വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പണം കൊണ്ട് പണം ഉണ്ടാക്കുന്ന രീതിയാണ്. ജനങ്ങൾ അല്ലെങ്കിൽ ചില ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ, ബാങ്കിങ് പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ
ജനങ്ങൾക്ക് പണം ലെൻഡ് ചെയ്യുന്നത് തന്നെ പണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. അത്തരത്തിൽ ഉള്ള ഒരു വേൾഡ് ഓർഡറിലാണ്, ഒരു എക്കണോമിക് സിസ്റ്റത്തിലാണ് നാം ഏവരും ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതേ സിസ്റ്റം തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ എക്കോണമിക് സിസ്റ്റം. ഈ ഒരു സിസ്റ്റത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ഏറ്റവും അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ട്, നെഗറ്റീവ് കോൺസിക്വൻസ് ആയിട്ട് പറയുന്നത് എക്കണോമിക് ഇനിക്വാലിറ്റിയാണ്, അസമത്വം. അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ വലിയ ഒരു വേർതിരിവ്, അഥവാ പൈസക്കാരൻ എന്നും വീണ്ടും വീണ്ടും അവൻ പൈസക്കാരനായി തീർന്നു. എന്നാൽ സാധാരണക്കാരായ ജനങ്ങൾ, പാവപ്പെട്ടവർ, അവർ അതേ നിലയിൽ അല്ലെങ്കിൽ അവർ വീണ്ടും പാപ്പരായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ കഴിഞ്ഞ ആഴ്ചകളിൽ ഒരു ഫോബ്സ് റിപ്പോർട്ട് വരികയുണ്ടായി. അതിൽ എലോൺ മസ്കിൻ്റെ ഇന്നത്തെ നെറ്റ്വർത്ത് കേട്ട് ലോകം ഞെട്ടിത്തരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഇന്ത്യയിലെ മൾട്ടി ബില്യണേഴ്സ് മില്യണേഴ്സിൻ്റെയൊക്കെ കണക്കുകൾ നമ്മളെ സൂചിപ്പിക്കുന്നത്. വേൾഡ് ഇനിക്വാലിറ്റി റിപ്പോർട്ട് അഥവാ വേൾഡ് ഇനിക്വാലിറ്റി ലാബ് കഴിഞ്ഞ വർഷം പുറത്തുവിട്ട വേൾഡ് ഇനിക്വാലിറ്റി റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ 10% ജനങ്ങളാണ് ആകെ ലോക വരുമാനത്തിൻ്റെ 75% കൈകാര്യം ചെയ്യുന്നത്. ഇതേ അവസ്ഥ തന്നെയാണ് ഇന്ത്യയിലും. വളരെ ചുരുങ്ങിയ ഒരു എലൈറ്റ് പീപ്പിളിൻ്റെ കൈകളിലാണ് ഇന്ത്യയുടെ 50%-ലേറെ ആസ്തി അഥവാ നാഷണൽ GDP കൈകാര്യം കിടക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇതിനെ ഒരു ആൾട്ടർനേറ്റീവായിട്ട് എങ്ങനെ ഒരു ആൾട്ടർനേറ്റീവായ ഒരു സിസ്റ്റം എന്നുള്ള ഒരു ആലോചനയാണ് സത്യത്തിൽ ഈ പഠനം മുന്നോട്ട് വെക്കുന്നത്, അല്ലെങ്കിൽ പ്രൊപ്പോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഇന്ത്യയിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ എക്സ്ക്ലൂഷൻ, ഒരു മാറ്റി നിർത്തൽ, ഒരു അന്യവൽക്കരണം സത്യത്തിലുണ്ട്. സാധാരണക്കാരായ ജനങ്ങൾ, പാവപ്പെട്ട റൂറൽ ഏരിയയിൽ നിന്ന് വരുന്ന ജനങ്ങൾക്കൊക്കെ അവർക്ക് അവർക്ക് ഈ ലെൻഡിങ് സിസ്റ്റം അല്ലെങ്കിൽ അവർക്ക് ഇത്തരം കാര്യങ്ങളിലേക്ക് ഇടപെടുന്നതിൽ വലിയ തടസ്സങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ബാങ്ക് അഥവാ അല്ലെങ്കിൽ അതുപോലത്തെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കടം നൽകണമെങ്കിൽ കൊളാട്രൽ വേണം, അല്ലെങ്കിൽ കൃത്യമായ ക്രെഡിറ്റ് സ്കോറുകൾ വേണം. എങ്കിൽ ഇത്തരം കാര്യങ്ങളൊന്നും സാധാരണക്കാരായ ജനങ്ങൾക്ക് പലപ്പോഴും ഇല്ലാതെയാവുന്നു, അവർക്ക് ഇത്തരം കാര്യങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഒരു വാസ്തവം. ഇനി ഞാൻ മറ്റൊരു ഫാക്ടറിലേക്ക് കടക്കുകയാണ്. നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ഇന്നൊരു ട്രെൻഡ്, ഒരു സ്റ്റാർട്ടപ്പ് ട്രെൻഡ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റഗ്രാമും അല്ലെങ്കിൽ വാട്സപ്പും യൂട്യൂബും പോലെയുള്ള സമകാലിക സമൂഹ മാധ്യമങ്ങൾ നമുക്ക് ഏവരും ഉപയോഗിക്കുന്നവരാണ്. ഇപ്പോൾ വരുന്ന ആഴ്ച കോഴിക്കോട്ടിൽ ഒരു വലിയ ടെക് ഫെസ്റ്റ് നടക്കാനിരിക്കുകയാണ്, ഒരു സ്റ്റാർട്ടപ്പ് ടെക് ഫെസ്റ്റ്. യുവാക്കളും അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ പോലും, UP-യിലും ഹൈസ്കൂളിലും ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പോലും പുതിയ ക്രിയേറ്റീവായ ഐഡിയാസുമായി അവർ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ, പുതിയ സാധ്യതകൾ തേടിക്കൊണ്ട് പുതിയ സംരംഭങ്ങൾ, പുതിയ ഫേമുകൾ തുടങ്ങുന്നതിന് വേണ്ടി അവർ മുന്നിട്ടിറങ്ങുകയാണ്. പക്ഷേ ഇത്തരത്തിലൊരു ട്രെൻഡ് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് നാം ആലോചിക്കേണ്ടത് അപ്പോഴും ഈ ഒരു എക്കണോമിക് ഡിസ്പാരിറ്റി, ഈ ഒരു എക്സ്ക്ലൂഷൻ വളരെ കൃത്യമായിട്ട് നമ്മുടെ എക്കണോമിക് സിസ്റ്റത്തിൽ കാണാൻ സാധിക്കും. സാധാരണക്കാരായ ജനങ്ങൾ, ഈ റൂറൽ ഏരിയയിൽ നിന്ന് വരുന്നവർ, അവർക്കൊക്കെ വലിയ അർത്ഥത്തിൽ നല്ല ക്രിയേറ്റീവായ ടെക്നിക്സ്, ക്രിയേറ്റീവായ ഐഡിയകൾ, സാധ്യതകൾ അവരുടെ മുന്നിലുണ്ട്. പക്ഷേ പലപ്പോഴും അവർക്കത് നടപ്പിലാക്കാൻ, ഇംപ്ലിമെൻ്റ് ചെയ്യാൻ അവർക്കതിന് വേണ്ട ഇൻവെസ്റ്റ്മെൻറ്റ് മണിയായിട്ട് അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇത്തരത്തിൽ ഒരു എക്സ്ക്ലൂഷൻ അവർ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർ ഫേസ് ചെയ്യുന്നത് ഈ എക്കണോമിക് സിസ്റ്റത്തിൻ്റെ മാത്രം ഒരു പോരായ്മയാണ്. അതുപോലെ തന്നെ ഈ ഫൈനാൻഷ്യൽ എക്സ്ക്ലൂഷൻ ഇന്ത്യയിൽ ഉണ്ടാകുന്നതിന് 2-3-4 ഫാക്ടറായി പറയുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ മറ്റൊന്ന് നമ്മുടെ റിലീജിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇൻട്രസ്റ്റ് സെൻട്രിക് ആയിട്ടാണ് നമ്മുടെ സിസ്റ്റം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇസ്ലാം അഥവാ ശരിയത്ത് ഇൻട്രസ്റ്റിനെ പ്രൊഹിബിറ്റ് ചെയ്തിട്ടുള്ളതാണ് ഉള്ളത്. അതിനാൽ നമ്മൾ ലറൂറത്തിൻ്റെ ഘട്ടത്തിൽ പല ഫൈനാൻഷ്യൽ ഇൻട്രസ്റ്റ് ബേസ്ഡ് ആയ ടൂൾസുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും പരമാവധി ജനങ്ങൾ
അല്ലെങ്കിൽ പരമാവധി ജനങ്ങൾ മുസ്ലിങ്ങൾ ഇത്തരം കാര്യങ്ങളുമായിട്ട് ഇടപെടാതെ പരമാവധി അതിൽ നിന്ന് സൂക്ഷ്മത പുലർത്താനാണ് അവർ സൂക്ഷിക്കുന്നത്. അതിനാൽ അവർ ഒരർത്ഥത്തിൽ ഈ ഫൈനാൻഷ്യൽ ഫ്രെയിംവർക്കിൽ നിന്ന് എക്സ്ക്ലൂഡഡ് ആയിട്ട് മാറി നിൽക്കുന്നതാണ്. അപ്പോൾ ഇവരൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഒരർത്ഥത്തിൽ ഒരു ഇൻക്ലൂസീവായ ഒരു ഗ്രോത്ത് കൊണ്ടുവരണമെങ്കിൽ ഈ എല്ലാ സൊസൈറ്റീനെയും എക്സ്ക്ലൂഡഡായ എല്ലാവരെയും ഫേസ് ചെയ്തുകൊണ്ട് അവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സിസ്റ്റത്തെ റീക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ആൾട്ടർനേറ്റീവ് സിസ്റ്റത്തെ കൊണ്ടുവരലാണ് ഇതിന് അഭികാമ്യമായ മറ്റൊരു പ്രതിവിധി എന്നുള്ളത്. അതാണ് സത്യത്തിൽ ഈ പഠനത്തിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ശരിയാ കോംപ്ലൈൻ്റ് ആയിട്ടുള്ള ഒരു എക്വിറ്റി ബേസ്ഡ് ക്രൗഡ് ഫണ്ടിങ് മോഡലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റ്ലി നമ്മൾ എന്താണ് ഈ ക്രൗഡ് ഫണ്ടിങ്, ഇക്വിറ്റി ബേസ്ഡ് ക്രൗഡ് ഫണ്ടിങ് അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിൻ എന്നുള്ള കുറിച്ച് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ബ്ലോക്ക് ചെയിനെ കുറിച്ച് മുൻ പ്രസൻറ്റർ വളരെ വ്യക്തമായിട്ട് അതിനെ നമുക്ക് മനസ്സിലാക്കി തരികയുണ്ട്. എന്തായാലും ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ക്രൗഡ് ഫണ്ടിങ് എന്നുള്ളത് നമുക്കൊക്കെ പരിചിതമാണ്. നമ്മളൊക്കെ കഴിഞ്ഞ കൊറോണ സമയത്തും ഈ വയനാട് വിഷയത്തിലും മറ്റു കാര്യങ്ങളിലൊക്കെ ആയിട്ട് പലപ്പോഴും നമ്മൾ ഈ ക്രൗഡ് ഫണ്ടിങ് നമുക്കിടയിലുണ്ട്. പക്ഷേ സത്യത്തിൽ ഈ ക്രൗഡ് ഫണ്ടിങ് എന്നുള്ളത് 4 കാറ്റഗറി ആയിട്ട് എണ്ണാറുണ്ട്. ഒന്ന് ഡൊണേഷൻ ബേസ്ഡ്, അതാണ് നമ്മൾക്ക് എല്ലാവർക്കും സുപരിചിതമായത്. മറ്റു റിവാർഡ് ബേസ്ഡ്, മറ്റൊന്ന് ലെൻഡിങ് ബേസ്ഡ്. 4മത്തേതായിട്ട് എണ്ണുന്നതാണ് എക്വിറ്റി ബേസ്ഡ് ക്രൗഡ് ഫണ്ടിങ്. അഥവാ ഒരു വ്യക്തി ഒട്ടനവധി ആൾക്കാരിൽ നിന്ന്, ക്രൗഡിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിച്ചുകൊണ്ട് തൻ്റെ കമ്പനി അല്ലെങ്കിൽ തൻ്റെ ഫേമിൻ്റെ സ്റ്റേക്സ് അല്ലെങ്കിൽ തൻ്റെ ഫേമിൻ്റെ ഒരു ഷെയർ കൈമാറുന്ന ഒരു രീതിയാണ് ഈ ഇക്വിറ്റി ക്രൗഡ് ഫണ്ടിങ് ബേസിക്കലി. ഇനി ബ്ലോക്ക് ചെയിനെ കുറിച്ച് വളരെ വിശദമായിട്ട് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഈ ബ്ലോക്ക് ചെയിൻ സംവിധാനത്തെ എന്തിന് ഈ ഇക്വിറ്റി ബേസ്ഡായ ക്രൗഡ് ഫണ്ടിങ് മെത്തേഡിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളത് ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്ത സ്ലൈഡുകളിലായിട്ട് സംസാരിക്കാം. സോ ഇത്തരത്തിലൊരു സിസ്റ്റം, ഈ ശരിയായ കോംപ്ലൈൻറ്റായ ഇക്വിറ്റി ബേസ്ഡ് ക്രൗഡ് ഫണ്ടിങ് മെത്തേഡ്സിൻ്റെ ഒരു മോഡൽസിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകത്ത് ഒട്ടനവധി രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് പോലെയുള്ള രാജ്യങ്ങളിൽ ഇതിൻ്റെ സമാന രീതിയിലുള്ള ഓർഗനൈസേഷൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എത്തിസ് എക്സ് എന്ന് പറയുന്ന ഒമാനിലെ ഒരു എത്തിസ് ഗ്രൂപ്പ് റെഗുലേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം. അതുപോലെ തന്നെ ക്യാപിറ്റൽ ബൂസ്റ്റ്, ഷെഖറ, ബീഹൈവ് പോലെയുള്ള സമാനമായ ഇത്തരത്തിലുള്ള സാധ്യതകൾ നമുക്ക് ഓർഗനൈസേഷനുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ലൈറ്റ് ചേഞ്ച്ഡ് ആയ ഒരു വേർഷൻ തന്നെയാണ് ഇവിടെ ഈ പഠനത്തിലൂടെ മുന്നോട്ട് വെക്കാനും ആഗ്രഹിക്കുന്നത്. ഇനി ഞാൻ മുന്നേ സൂചിപ്പിച്ചതുപോലെ ഫൈനാൻഷ്യൽ എക്സ്ക്ലൂഷൻ നമ്മുടെ നാട്ടിലുണ്ടാവാൻ പല കാരണങ്ങൾ, പല ഫാക്ടറുകളുണ്ടെങ്കിലും അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ ആസ് എ മുസ്ലിംസ് നമ്മളുടെ ഒരു ഫാക്ടർ എന്നുള്ളത് നമ്മുടെ സിസ്റ്റം എന്താണ്, ഇൻട്രസ്റ്റ് സെൻട്രിക് ആയിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഇൻട്രസ്റ്റ് പ്രൊഹിബിറ്റ് നമ്മുടെ ഇസ്ലാം ചെയ്തത് കാരണത്താലാണ് നമ്മൾ എക്സ്ക്ലൂഡഡ് ആയിട്ട് നമ്മൾ പലപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ സിസ്റ്റം എന്നുള്ളത് റിസ്ക് കൈമാറുക എന്നുള്ളതിൽ നിന്ന് റിസ്ക് ഷെയറിങ് മെത്തേഡാണ്. അതിനെ നമ്മുടെ ഫൈനാൻഷ്യൽ ടൂൾ, ഇസ്ലാമിക് ഫൈനാൻഷ്യൽ ടൂൾസുകളായിട്ട് എണ്ണുന്നതാണ് ഈ മുദാറബ അഥവാ മുഷാറക്ക എന്നുള്ളത്. കഴിഞ്ഞ സംവാദകൻ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുകയുണ്ടായി. അഥവാ മുദാറബയാണെങ്കിൽ ഒരാൾ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നു, മറ്റാൾ തൻ്റെ ടൈമും എനർജിയും ഇൻവെസ്റ്റ് ചെയ്യുന്നു, വർക്ക് ചെയ്യുന്നു, അതിൻ്റെ പ്രോഫിറ്റ് 2 പേർക്കും പ്രീ അഗ്രീഡ് ആയ റേഷ്യോയിൽ വീതം വെക്കുന്നു. ഇനി മുഷാറക്കയാകുമ്പോൾ 2 പേരും ഇൻവെസ്റ്റ് ചെയ്യും, 2 പേരും വർക്ക് ചെയ്യും, അതിൻ്റെ പ്രോഫിറ്റ് അവർ 2 പേരിലും പ്രീ അഗ്രീഡ് റേഷ്യോയിൽ എന്ത് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്ന രീതിയാണ്. ഇനി ഞാൻ വളരെ സിമ്പിളായിട്ട് നമ്മളുടെ ടൈം വളരെ പരിമിതമായ കാരണത്താൽ വളരെ പെട്ടെന്ന് കിടക്കുകയാണ്. ഇതിൻ്റെ ഒരു രീതിയെ, ഈ ക്രൗഡ് ഫണ്ടിങ് മോഡലിൻ്റെ ഒരു രീതിയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ആദ്യം ഒരാൾ വളരെ ക്രിയേറ്റീവായ ഐഡിയ ഉള്ള ഇത്തരത്തിലുള്ള ഒരാൾ തൻ്റെ പ്രപ്പോസൽ ഈ പ്ലാറ്റ്ഫോമിലേക്ക് നൽകുന്നു. അതിനെ ശരിയാ ബോർഡ്, ഈ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് കിടന്ന ഒരു ശരിയാ ബോർഡ് അതിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്തുകൊണ്ട് അതിനെ അംഗീകരിച്ച് അതിലെ റിബ അല്ലെങ്കിൽ ഗറർ അല്ലെങ്കിൽ ഇസ്ലാം പ്രൊഹിബിറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാം കോംപ്ലൈൻറ്റ്, ശരിയാ കോംപ്ലൈൻറ്റ് ആണെങ്കിൽ അതിനെ അവരുടെ പ്ലാറ്റ്ഫോമിൽ
ക്യാമ്പയിൻ ചെയ്യുന്നു, ലിസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ക്രൗഡിൽ നിന്ന് ഒട്ടനവധി ഇത്തരം പുതിയ സാധ്യതകളെ മനസ്സിലാക്കുന്ന പുതിയ ഫേമുകളെ മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഈ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് ഇൻവെസ്റ്റർ പൂളിംഗ് എന്നുള്ള തേർഡ് ഫേസ്. ആൻഡ് അടുത്തതാണ് നമ്മുടെ ബ്ലോക്ക് ചെയിൻ അഥവാ സ്മാർട്ട് കോൺട്രാക്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഉപയോഗം വരുന്നത്. ഇവിടെ മൈൽ സ്റ്റോൺ ബേസ്ഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്, അഥവാ നേരിട്ട് ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഫുൾ എമൗണ്ട് ഒറ്റയടിക്ക് നൽകാതെ സ്മാർട്ട് കോൺട്രാക്റ്റ് രീതിയിൽ അവന് കൃത്യമായ ഇടവേളയിൽ അവൻ്റെ ഓരോ പർട്ടിക്കുലർ കാര്യങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് സ്മാർട്ട് കോൺട്രാക്റ്റ് വഴി പണം നൽകുന്ന രീതിയാണ് ഈ പറഞ്ഞ മൈൽ സ്റ്റോൺ ബേസ്ഡ് ഡിസ്ബേഴ്സ്മെൻറ്റ്. ഫോർ എക്സാമ്പിൾ, ഒരാൾ ഒരു കട തുടങ്ങാനാണെങ്കിൽ ആ കടയിൻ്റെ ആദ്യത്തെ ചില ബിൽഡിംഗ് ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ലാൻഡ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ആദ്യം പണം കൊടുക്കുന്നു. അത് വാങ്ങിക്കഴിഞ്ഞ് അത് സ്മാർട്ട് കോൺട്രാക്റ്റ് വഴി അത് നീങ്ങുന്നു. നെക്സ്റ്റ് ഫേസിലുള്ള ഇത് അങ്ങനെ ഓരോന്നും ഫുൾ ഒറ്റയടിക്ക് പണം നൽകാതെ സ്മാർട്ട് കോൺട്രാക്റ്റ് വഴി അതിനെ കൈകാര്യം ചെയ്യുമ്പോൾ ഒന്നുകൂടി ട്രാൻസ്പെറൻ്റ് ആവുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി അങ്ങനെ ആയിക്കൊണ്ട് അതിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രീ അഗ്രീഡ് റേഷ്യയിൽ ഓഹരി ചെയ്യുന്ന ഒരു രീതിയാണ് ഇവിടെ ഇസ്ലാമിക് ഫൈനാൻഷ്യൽ ടൂളായ മുദാറബ അല്ലെങ്കിൽ മുഷാറക്ക രീതിയിൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ മുന്നോട്ട് വെച്ച ഒരു ആശയം, ഒരു രീതി എന്നുള്ളത് ഇക്വിറ്റി ബേസ്ഡ് ആയ ക്രൗഡ് ഫണ്ടിങ് മോഡലാണ്. സത്യത്തിൽ ഇന്ന് ഇന്ത്യൻ സാഹചര്യത്തിൽ സെബി പോലെയുള്ള ഗവൺമെൻറ് ഇതിനെ റെഗുലേറ്റ് ചെയ്യുന്നില്ല. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്നുള്ളത് ഈ ട്രാൻസ്പെറൻസിയും ഇതിൻ്റെ സുതാര്യത കുറവും ഒട്ടനവധി ഫേക്ക് ഫ്രോഡ് കാര്യങ്ങൾ വരുന്നത് കൊണ്ടാണ്. അത്തരം കാര്യങ്ങൾ ഗ്ലോബൽ ലെവലിൽ ഇത്തരം ക്രൗഡ് ഫണ്ടിങ് ഏരിയയിൽ കാണുന്നത് കൊണ്ടാണ്. എന്നാൽ ഈ ബ്ലോക്ക് ചെയിൻ അഥവാ സ്മാർട്ട് കോൺട്രാക്ട് പോലെയുള്ള കാര്യങ്ങൾ ഇതിലേക്ക് എനാബിൾ ചെയ്യുന്നത് കൊണ്ട് കൂടെ നമുക്ക് അത്തരത്തിൽ ഒന്നുകൂടി വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട്, വളരെ എത്തിക്കലായിട്ട്, വളരെ സുതാര്യമായ രീതിയിൽ ഇതിനെ കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്നാണ് ഞാൻ ഈ പഠനത്തിലൂടെ മുന്നോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു സോഷ്യൽ എക്കണോമിക്കൽ ഇമ്പാക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ നമ്മുടെ സിസ്റ്റം എന്നുള്ളത് എല്ലാ അർത്ഥത്തിലും ഒരു പ്രത്യേക ഒരു മീർ പോപ്പുലേഷനിൽ മാത്രം സിസ്റ്റം ഒതുങ്ങിക്കൊണ്ട് ബാക്കി എല്ലാവരെയും എക്സ്ക്ലൂഡഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയിലാണ് കടന്നു പോകുന്നത്. അപ്പോൾ അതിൽ ഇത്തരത്തിലൊരു സിസ്റ്റം, സത്യത്തിൽ ഈ ഒരു സിസ്റ്റം എന്നുള്ളത് നമ്മുടെ കൺവെൻഷണൽ സിസ്റ്റത്തിന് ഒരു അൾട്ടർനേറ്റീവായി വരുന്ന ഒരു രൂപമാണ്. അപ്പോൾ ഇത്തരത്തിലൊരു സിസ്റ്റം കൊണ്ടുവരുന്നതോടെ ജനങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ വരികയും അതിലൂടെ ഒട്ടനവധി പേർക്ക് ജോലി സാധ്യതയും ഒട്ടനവധി പേർക്ക് പുതിയ ക്രിയേറ്റീവായ ഐഡിയകൾ ഇംപ്ലിമെൻ്റ് ചെയ്യാനും പുതിയ ഓപ്പർച്യൂണിറ്റികൾ ലഭിക്കാനുമൊക്കെ ഇടയാകും. അതുപോലെ തന്നെ ഇതിനെ ശരിയായ കോംപ്ലൈൻറ്റ് കൂടിയായതുകൊണ്ട് നമ്മുടെ റിലീജിയസ് ബേസ്ഡ് ആയ ആൾക്കാർക്ക് ഒന്നുകൂടിയും സുതാര്യതയും ഇസ്ലാമിക് ഫൈനാൻസ് പ്രിൻസിപ്പിളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവർക്കും ഈ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് വളരെ ഇൻക്ലൂസീവായ ഒരു ഗ്രോത്ത് നേടാൻ നമുക്ക് ആകുന്നതാണ്. എന്തായാലും ഇത് ഒരു പ്രൊപ്പോസിങ് മോഡൽ മാത്രമാണ്. അഥവാ ഞാൻ മുന്നേ പറഞ്ഞു, നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് സത്യത്തിൽ ഇക്വിറ്റി ബേസ്ഡ് ആയ ക്രൗഡ് ഫണ്ടിങ്ങിനെ നിലവിൽ റെഗുലേറ്റ് ചെയ്യുന്നില്ല. ആയതിനാൽ ഇതൊരു പ്രൊപ്പോസിങ് മെത്തേഡാണ്. പിന്നെ നമ്മുടെ നമ്മുടെ ഗവൺമെൻറ് അംഗീകരിക്കാത്തത് ഇത്തരത്തിലുള്ള ഫ്രോഡ് ഡിറ്റക്ഷനുകൾ പല കാരണത്താലാണ്. അതിനാണ് ഇത്തരത്തിലുള്ള ബ്ലോക്ക് ചെയിൻ അല്ലെങ്കിൽ സ്മാർട്ട് കോൺട്രാക്ട് പോലെയുള്ള സാധനങ്ങൾ ഇതിൽ എനാബിൾ ചെയ്തുകൊണ്ട് വളരെ സുതാര്യമായ രീതിയിൽ ഈ സിസ്റ്റത്തെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിക്കേണ്ടതാണ് എന്ന് ഈ പഠനത്തിലൂടെ മുന്നോട്ട് വെച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. Thank you, Marvinch. Thank you for all the presentations. By this, we have finished the presentation, and now it is time for the interaction session. I'd like to all the audience to ask the questions and clarify the doubts within the topic. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ ഈ ഒരു സെഷനിൽ ഓരോ ആളുകളും വ്യത്യസ്ത മോഡലുകൾ സക്കാത്തുമായി ബന്ധപ്പെട്ട്, വഖഫുമായി ബന്ധപ്പെട്ട്, തക്കാഫുലുമായി ബന്ധപ്പെട്ട്, ഇക്വിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ക്രൗഡ് ഫണ്ട്, ശരിയായ കോംപ്ലയൻസ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് മോഡലുകൾ പ്രപ്പോസ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മളെ നിലവിലുള്ള ഫൈനാൻഷ്യൽ എൻവറോൺമെൻറ്റ് മനസ്സിലാക്കിയിട്ട് അതിൽ ഇസ്ലാമിക് സോഷ്യൽ ഫൈനാൻസിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഡിഫറെൻറ്റ് മോഡലുകളാണ്. അതിൻ്റെ പ്രാക്ടിക്കൽ ലെവലിൽ ഒരുപാട് ചലഞ്ചസുകളും മറ്റുമൊക്കെ ഉണ്ട്.
പക്ഷേ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയ കാലഘട്ടത്തിലെ ഫൈനാൻസിങ് മെക്കാനിസം മനസ്സിലാക്കിയിട്ട് അതിനെ നമ്മളുടെ ശരിയായ പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ടുള്ള മോഡലുകൾ ഉണ്ടാക്കുകയും ആ മോഡലുകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുകയും അതിൽ അവയർനെസ് സൃഷ്ടിക്കുകയും ഒക്കെയാണ് ഇതിലൊക്കെ ഒരു ബേസ് ആയിട്ട് വരുന്നത്. ഇൻഷാല്ലാ ഇതിലെ എന്തെങ്കിലും പിന്നെ അഡീഷണൽ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചോദിക്കാം. കാരണം നമ്മുടെ ഷെഡ്യൂള് 1 മണിക്കൂർ വൈകിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതോടുകൂടെ ഈ സെഷൻ അവസാനിച്ചിരിക്കുന്നു. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഇവിടെ നടത്തിയ ഗവേഷണ പ്രബന്ധങ്ങളിൽ ആർക്കും പിന്നെ സംശയങ്ങളോ മറ്റൊന്നും ഇല്ലയെന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഇവിടെ പ്രസൻറ്റേഷൻ നടത്തിയ മുഹമ്മദ് നഈം TP ദാറുൽ ഹിദായ ദഅവ കോളേജ് മാണൂർ, അതുപോലെ സെക്കൻഡ് പ്രസൻറ്റേഷൻ നടത്തിയ മുഹമ്മദ് സിനാൻ AP ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി, തേർഡ് പ്രസൻറ്റേഷൻ നടത്തിയ മാലിക് ദിനാർ ഇസ്ലാമിക് അക്കാദമിയിലെ മുഹമ്മദ് സ്വാലിഹ് TA, പ്രസൻറ്റേഷൻ 4 ചെയ്ത മസ്ഹർ ഹംസ വഫി ക്യാമ്പസ് കാളികാവ്, ഫൈനൽ പ്രസൻറ്റേഷൻ നടത്തിയ മാജിദ് മുഹമ്മദ് അഷ്റഫ് വഫി ക്യാമ്പസ് കാളികാവ്. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.